30 സെക്കൻഡ് അതിക്രമിച്ചാൽ യാസിർക്ക മൈക്ക് എടുത്ത് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ 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 റാണി, ടൈം സ്റ്റാർട്ട് ചെയ്തോട്ടെ. ടൈം സ്റ്റാർട്ട് ചെയ്തു. ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ സഹസംവാദക ശ്രീമതി റെജീന, മോഡറേറ്റേഴ്സായ ശ്രീ അജൻ, ശ്രീ യാസർ, ശ്രീമതി അനാമിക, താഴെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും തീവണ്ടി എന്ന ഈ റൂമിൽ വെച്ച് നടക്കുന്ന സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ബൈബിൾ വായിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബൈബിൾ വിശ്വസിക്കുന്ന വിശ്വാസികൾ മറ്റു പുസ്തകങ്ങൾ കാണുന്നത് പോലെ ഒരു സാധാരണ പുസ്തകമായിട്ടല്ല ഈ പുസ്തകത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ ഈ പുസ്തകം വിശ്വസിക്കൽ നിർബന്ധമാണ്. ലോകാവസാനം വരേക്കുള്ള എന്നേക്കും പാലിക്കപ്പെടേണ്ട, ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വസിക്കണം എന്നാണ് ഈ പുസ്തകം പറയാൻ ശ്രമിക്കുന്നത്. വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസപ്പെടുത്താനോ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ നുണയനാകുമെന്നാണ് ഈ പുസ്തകം അവകാശപ്പെടുന്നത്. ദൈവത്തിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ് ഈ പുസ്തകം എന്നതാണ് ഈ പുസ്തകത്തിന്റെ അവകാശവാദം. അത് നമ്മൾക്ക് നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം, ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യരുത്. സുഭാഷിതങ്ങൾ 30:6 ഇങ്ങനെ പറയുന്നു: അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്, അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. ഇനി നമ്മുടെ സംവാദ വിഷയം പഴയ നിയമ ആശയങ്ങളും നിയമങ്ങളും തന്നെയാണോ യേശു പുതിയ നിയമത്തിലും മുന്നോട്ട് വച്ചത് എന്നാണ്. ഞാൻ പറയുന്നു, ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇതിൽ കുറച്ചുകൂടി കടന്ന് അതിതീവ്രതയോടുകൂടിയാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ വാദം. എന്നാൽ പുതിയ നിയമത്തിലെല്ലാം പുതിയ നിയമങ്ങളാണ് യേശു പറഞ്ഞിട്ടുള്ളതെന്നും അതിന് പഴയ നിയമവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അതുകൊണ്ട് തന്നെ പഴയ നിയമങ്ങളൊക്കെ അസാധുവാക്കപ്പെട്ടു എന്നുമാണ് എതിർവാദം. എന്നാൽ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, പുതിയ നിയമം ഇല്ലെങ്കിൽ പഴയ നിയമത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. പക്ഷേ പഴയ നിയമമില്ലെങ്കിൽ പുതിയ നിയമത്തിന് നിലനിൽപ്പ് തന്നെയില്ല. പുതിയ നിയമത്തിന്റെ നട്ടെല്ലാണ് പഴയ നിയമം. ഇനി യേശുവിലേക്ക് വന്നാൽ, യേശു ഒരു അധ്യാപകനായിരുന്നു. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ് എന്ന് യോഹന്നാൻ 13:13 യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അധ്യാപകനായ യേശു ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തന പുസ്തകങ്ങളിലും കാണപ്പെടുന്ന വാക്യങ്ങൾ തന്റെ പ്രസംഗങ്ങളിൽ സംഗ്രഹിക്കുകയും വ്യാഖ്യാനിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത് നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലുമുള്ള തന്റെ തീക്ഷ്ണത പ്രകടമാക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ യേശു പഴയ നിയമം മുഴുവനും മനഃപ്പാഠമാക്കിയിരുന്നു എന്ന് ലൂക്ക് 2:46-47 കാണാം. മത്തായി 3-ാം അധ്യായത്തിൽ യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു. അവിടെ വെച്ച് എക്സാമിനറായ പിശാച് യേശുവിനോട് പഴയ നിയമ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു ഓറൽ ടെസ്റ്റ് നടത്തുന്നു. അതിനൊക്കെ യേശു തോറ, സങ്കീർത്തനങ്ങൾ എന്നിവയിൽ നിന്നും ഉത്തരങ്ങൾ നൽകുന്നു. പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയാണ് പഴയ നിയമ പുസ്തകത്തിലുള്ള തന്റെ പാണ്ഡിത്യം യേശു പിശാചിന് മുൻപിൽ തെളിയിച്ച് സുവിശേഷ പണിയിലേക്ക് കടക്കുന്നത് പോലും. പിന്നീട് യേശു മീൻപിടുത്തക്കാരായി ജോലി ചെയ്തുകൊണ്ടിരുന്ന തന്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ, സഹോദരന്മാരായ പത്രോസ്, അന്ത്രയോസ്, സഹോദരന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മനുഷ്യരെ പിടിക്കാനായി സുവിശേഷ പണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായി 4:19 വാക്യം. അടുത്ത അധ്യായം 5-ൽ മത്തായി 5-ൽ യേശു അവരെ മനുഷ്യരെ പിടിക്കാനായി സുവിശേഷ പണിക്ക് ഒരുക്കുന്നതായി കാണാൻ സാധിക്കും. മത്തായി 5-ാം അധ്യായം 1 മുതൽ 12 വരെ യേശു സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ, അതായത് സുവിശേഷ പണിക്കിടെ പീഡനങ്ങളെ ഏൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചും ശിഷ്യരെ പഠിപ്പിക്കുന്നു. 1 മുതൽ 12 വരെ 8 വാക്യങ്ങളുണ്ട്. സമയപരിമിതി മൂലം അതിൽ നിന്നും ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. ഇതേ വാക്യം നമ്മൾക്ക് സങ്കീർത്തനങ്ങൾ 37:11 കാണാൻ സാധിക്കും.
ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. സങ്കീർത്തന പുസ്തകത്തിലെ ആശയങ്ങളാണ് ഈ 8 വാക്യങ്ങളിൽ യേശു ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ളത്. മത്തായി 5-ാം അധ്യായം 13 മുതൽ 16 വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പറയുന്നു: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇവിടെ പ്രകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം. പ്രകാശം പഴയ നിയമപ്രകാരം അറിവ് പകരുന്ന ദൈവിക നിയമങ്ങളാണ്, ദൈവ വചനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 119-ന്റെ 130-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. തൊട്ടടുത്ത വാക്യങ്ങളിൽ മത്തായി 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുന്നു: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുമ്പോളം നിയമത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം അവസാന 20-ാമത്തെ വാക്യം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കുക. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ അവസാന വാക്യമായ 20-ൽ എന്താണ് നീതി എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അത് യഹോവയുടെ കൽപ്പനകൾ, വചനങ്ങൾ ആണ്. നിന്റെ കൽപ്പനകളൊക്കെയും നീതിയാണ് എന്ന് സങ്കീർത്തനങ്ങൾ 119-ന്റെ 172-ാം വാക്യം. യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കുമെന്ന് ആവർത്തന പുസ്തകം 6-ന്റെ 25-ാം വാക്യം. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ, നിയമങ്ങളൊക്കെ നീതിയുള്ളതാണെന്നും ശിഷ്യർ ഈ നീതിയുടെ നിയമങ്ങൾ യഹൂദ നിയമപണ്ഡിതരെക്കാൾ അറിഞ്ഞിരിക്കണമെന്നും ഉള്ളതാണ്. ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ശിഷ്യർ പ്രവേശിക്കുകയില്ലെന്നും പറയുന്നു. അത്രത്തോളമാണ് യേശു നിയമത്തെ മാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5-ാം അധ്യായം മുതൽ മത്തായി 7-ാം അധ്യായം വരെ പഴയ നിയമപുസ്തകങ്ങൾ അതിതീവ്രമായി പാലിക്കണമെന്ന് ശിഷ്യരെ പഠിപ്പിക്കുന്നതായി കാണാം. ഉദാഹരണമായി മത്തായി 5-ന്റെ 21-22 വാക്യങ്ങളിൽ മോശയുടെ 10 കൽപ്പനയിലെ 6-ാം കൽപ്പനയായ കൊല്ലരുത് എന്ന നിയമവും അതിന്റെ ന്യായവിധിയെക്കുറിച്ചും യേശു ശിഷ്യരെ തീവ്രമായി പഠിപ്പിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. കൊല്ലരുത് എന്ന വാക്യം പുറപ്പാട് 20-ാം അധ്യായം 13-ൽ കാണാം. കൊലപാതകത്തിന്റെ ന്യായവിധികളുടെ കൂടുതൽ കാര്യങ്ങൾ സംഖ്യ 35-ാം അധ്യായം 9 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. പഴയ നിയമത്തിൽ കൊന്നാൽ മാത്രമാണ് ന്യായവിധിക്ക് അർഹനാകുന്നതെങ്കിൽ യേശു പുതിയ നിയമത്തിൽ നിയമത്തെ കൂടുതൽ കർക്കശമാക്കുന്നു. യേശു പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സഹോദരനെ കൊല്ലേണ്ട ആവശ്യം പോലുമില്ല. സഹോദരനോട് കോപിച്ചാൽ തന്നെ നിങ്ങൾ ന്യായവിധിക്ക് അർഹനാകുമെന്നും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരുമെന്നും തീഷ്ണതയോടെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം യേശു തന്റെ ജനങ്ങളോട്, സഹോദരങ്ങളോട് മത്തായിയിലെ 5, 6, 7 അധ്യായങ്ങളിൽ വിവരിക്കുന്ന തന്റെ ഗിരിപ്രഭാഷണത്തിൽ പഴയ നിയമവചനങ്ങൾ തീവ്രതയോടെ അനുഷ്ഠിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുന്നു. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം യേശു ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മത്തായി 7-ാം അധ്യായം അവസാന വാക്യമായ 26, 28 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വെറും 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെ യേശു
പഴയ നിയമത്തെ പ്രതി എത്ര കർക്കശനായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ലൂക്കിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാണെന്നും യേശു പറഞ്ഞു വെക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ ഓർക്കുക. എക്കോ അടിക്കുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാണെന്നും യേശു പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അതായത് പഴയ നിയമവുമായി പുതിയ നിയമപുസ്തകത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രവാചകനായ യോഹന്നാൻ. അതായത് പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാഖി പ്രവാചകൻ ശേഷം പുതിയ നിയമത്തിലെ യോഹന്നാൻ പ്രവാചകൻ വരെ പ്രവാചക ഗണത്തിൽ വരുന്നുണ്ടെന്ന് സാരം. വീണ്ടും പറയാം, പുതിയ നിയമപുസ്തകത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രവാചകനായ യോഹന്നാൻ. അതായത് പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാഖി പ്രവാചകന് ശേഷം പുതിയ നിയമത്തിലെ യോഹന്നാൻ പ്രവാചകൻ വരെ പ്രവാചക ഗണത്തിൽ വരുന്നു എന്ന് സാരം. നിയമവും പ്രവാചകന്മാരും എഴുതിയിട്ടുള്ള പഴയ നിയമ വചനങ്ങൾ, നേരത്തെ ഞാൻ അതിന്റെ റെഫറൻസ് തന്നില്ല എന്ന് തോന്നുന്നു, ലൂക്ക 16-ന്റെ 16-ാം ഓക്കെ, എന്തായാലും നിയമവും പ്രവാചകന്മാരും എഴുതിയിട്ടുള്ള പഴയ നിയമ വചനങ്ങൾ മാത്രമാണ് യേശു പിൻപറ്റിയിട്ടുള്ളത്. പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത മാനുഷിക നിയമങ്ങളെ ആചരിക്കുന്നതിന് യേശു നിശിതമായി വിമർശിക്കുന്ന, അതായത് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത മാനുഷിക നിയമങ്ങളെ ആചരിക്കുന്നത് യേശു നിശിതമായി വിമർശിക്കുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ധാരാളമായി കാണാം. ഉദാഹരണമായി മാർക്കോസ് 7-2 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. യേശുവിന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് യഹൂദർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോൾ കൈ കഴുകാതെയും ദേഹശുദ്ധി വരുത്താതെയും ഭക്ഷണം കഴിക്കുകയില്ല. ഫരിസേയരും നിയമജ്ഞരും യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങൾ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നും യേശു പറയുന്നു. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനും മാതാവിനും വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നുവെന്നും യേശു പറയുന്നു. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത പോലുള്ള കാര്യങ്ങളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നുമാണ് യേശു ശിഷ്യർ കൈ കഴുകാത്തതിനെ ന്യായീകരിക്കാൻ പറയുന്ന വാദം. ഇനി മാർക്കോസ് 7-2 മുതൽ 23 വരെയുള്ള ഈ വാക്യങ്ങളിൽ 3 പഴയ നിയമങ്ങളെക്കുറിച്ചും ഒരു മാനുഷിക പാരമ്പര്യ നിയമത്തെക്കുറിച്ചുമാണ് യേശു പഠിപ്പിക്കുന്നത്. മാർക്കോസ് 7-2 മുതൽ 3 വരെയുള്ള ഈ വാക്യങ്ങളിൽ യേശു നിരാകരിച്ച മാനുഷിക നിയമം ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിയമം, കൈ കഴുകാതെയും ദേഹശുദ്ധി വരുത്താതെയും ഭക്ഷണം കഴിക്കരുതെന്ന യഹൂദരുടെ മാനുഷിക നിയമം. ഒന്നുകൂടെ കേട്ടോളൂ. കൈ കഴുകാതെയും ദേഹശുദ്ധി വരുത്താതെയും ഭക്ഷണം കഴിക്കരുതെന്ന യഹൂദരുടെ മാനുഷിക നിയമം. കൈ കഴുകാതെയും ദേഹശുദ്ധി വരുത്താതെയും ഭക്ഷണം കഴിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്നും ആ നിയമം യഹൂദരുടെ പുസ്തകത്തിൽ എഴുതപ്പെടാത്ത വെറും മാനുഷിക നിയമം മാത്രമെന്നുമാണ് യേശുവിന്റെ വാദം. അതുകൊണ്ട് തന്നെ ശിഷ്യർ ദേഹശുദ്ധി വരുത്താതെ യേശുവിന്റെ മുൻപിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ യേശു അത് ശിഷ്യർക്ക് തിരുത്തി കൊടുക്കുന്നേയില്ല. കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഓക്കെ, ഇനി മാർക്കോസ് ഈ വാക്യം തന്നെ 7-2-23 വരെയുള്ള വാക്യങ്ങളിൽ യേശു തീഷ്ണതയോട് കൂടി പഠിപ്പിച്ച ബാക്കി 3 പഴയ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിയമം, ഹൃദയത്തിൽ നിന്ന് വരുന്ന കപടതയാണ് ദുഷിച്ചത്. അത് ജെറേമ്യ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. ജെറേമ്യ 17-9 വാക്യം. ഇനി രണ്ടാമത്തെ നിയമം നോക്കാം. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണ്. ഇതും പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഉൽപ്പത്തി 9-3 വാക്യം. ഇത് ദൈവം നോഹയ്ക്ക് കൊടുത്ത നിയമമാണ്. ഇനി മൂന്നാമതായി മറ്റൊരു നിയമം കൂടെ ഈ വാക്യങ്ങളിൽ
പറയുന്നു. യേശു പറയുന്നു, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണമെന്ന് മോശ പറഞ്ഞ ഈ വാക്യങ്ങൾ 10 കൽപ്പനയുടെ അധ്യായമായ പുറപ്പാട് 20-ാം അധ്യായം 12-ലും തൊട്ടടുത്ത അധ്യായമായ പുറപ്പാട് 21-ന്റെ-17-ലും കാണാം. മോശയുടെ ഈ ദൈവവചനത്തെ യഹൂദർ നിരർത്ഥകമാക്കുന്നുവെന്നും പാരമ്പര്യത്തിനു വേണ്ടി നിയമത്തെ തള്ളിക്കളയുന്നുവെന്നും യേശു യഹൂദരെ നിശിതമായി വിമർശിക്കുന്നു. യേശു എന്ന മനുഷ്യദൈവത്തിന്റെ പഴയ നിയമത്തെ പ്രതി തീഷ്ണത നോക്കൂ. ഇവിടെ നിയമത്തെ യേശു തള്ളിക്കളയാനല്ല, വീണ്ടും അത് ഒന്നുകൂടെ അവരെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം പുസ്തകത്തിൽ ഈ വധശിക്ഷ ദൈവമോ പ്രവാചകന്മാരോ ആരും റദ്ദ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാനുഷികമായ നിയമങ്ങളെ യേശു തീർത്തും അവഗണിക്കാനും നിരാകരിക്കാനും പഠിപ്പിക്കുന്നു. പക്ഷേ മോശയുടെ ദൈവിക കൽപ്പനകൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയുകയും ആ കൽപ്പന ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷാവിധിയും കൂടി ചേർത്തിട്ടാണ് യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം, മോശയുടെ ദൈവിക കൽപ്പനകൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയുകയും ആ കൽപ്പന ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷാവിധിയും കൂട്ടിച്ചേർത്തിട്ടാണ് യേശു ശിഷ്യരെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം തന്നെ എടുത്തു നോക്കിക്കോളൂ. പുറപ്പാട് പുസ്തകത്തിലുള്ള 10 കൽപ്പനയുടെ 6-ാമത്തെ കൽപ്പനയായ കൊല്ലരുത് എന്ന വാക്യത്തിന് 6-ാമത്തെ വാക്യം മാതാപിതാക്കളെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതിന്റെ ശിക്ഷാവിധിയായിട്ടുള്ള കാര്യമാണ് 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, അവസാനമായി പുതിയ നിയമ ആശയങ്ങളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദുരാത്മാവ്, സുവിശേഷപ്പണി, ആട്, ആട്ടിൻകുട്ടി, ഇടയൻ എന്നു തുടങ്ങി പുതിയ നിയമത്തിലെ സകല ആശയങ്ങളും പഴയ നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് പരിശോധിക്കാം. പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവെ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. പുത്രൻ, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ തന്നെ. പുറപ്പാട് 4-ന്റെ-22-ാം വാക്യം. പരിശുദ്ധ ആത്മാവ്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. സങ്കീർത്തനങ്ങൾ 51-ന്റെ-11-ാം വാക്യം. ദുരാത്മാവ്, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. 1 ശമൂവേൽ 16-ന്റെ-14-ാം വാക്യം. സുവിശേഷപ്പണി, കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശക്തൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശക്തൻ എന്ന് ജെറമ്യാ 48-10. സദ്വാർത്ത, അതായത് സുവിശേഷ വാർത്ത, സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ഏശയ്യാ 52-ന്റെ-7-ാം വാക്യം. ആട്, ആട്ടിൻകുട്ടി, ഇടയൻ. ഇടയനെ പോലെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ഏശയ്യാ 40-ന്റെ-11-ാം വാക്യം. ഇനി മറ്റൊരു ക്രൂര നിയമം കാണാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ എല്ലാ പാപവും ദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് മത്തായി 12-ന്റെ-30-32-ാം വാക്യം. അതായത് ഈ ആശയം തന്നെ നമുക്ക് പഴയ നിയമപുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം, സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം, സ്വദേശിയോ വിദേശിയോ ആകട്ടെ കർത്താവിന്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം, സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ എന്നുള്ളതാണ് പഴയ നിയമപുസ്തകം ലേവ്യ പുസ്തകം 24-ന്റെ-16-22 വാക്യങ്ങൾ പറയുന്നത്. യേശു പഠിപ്പിച്ച എല്ലാ ആശയങ്ങളും നമുക്ക് പഴയ നിയമപുസ്തകത്തിൽ കിട്ടും. മാനുഷിക നിയമങ്ങളെ നിശിതമായി വിമർശിച്ച് പഴയ നിയമവചനങ്ങളെ കാർക്കശ്യത്തോടെ പിൻപറ്റിയും മാത്രമാണ് യേശു ജീവിച്ചിട്ടുള്ളത്. അല്ലാതെ പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരാശയമോ നിയമമോ യേശു കൊണ്ടുവന്നിട്ടില്ല എന്ന് തീർത്തും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഒരു 2 മിനിറ്റ് മുമ്പേ തന്നെ അവർ നിർത്തിയിട്ടുണ്ടോ? ഇല്ല 2 മിനിറ്റ്സ് മുമ്പേ അല്ല, 19 മിനിറ്റ് 20 സെക്കൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത പ്രസന്റേഷൻ്റെ 2ാമത്തെ റൗണ്ടാണ്. അന്നമ്മ മാഡത്തിൻ്റെയാണ്. അന്നമ്മ, സ്വാഗതം. പ്രസന്റേഷൻ 2ാമത്തെ റൗണ്ട് 20 മിനിറ്റ്. അന്നമ്മ ടൈം സ്റ്റാർട്ട് ചെയ്തോട്ടെ? ടൈം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ.
ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യാസർക്ക് മ്യൂട്ട് ചെയ്യണം, ഭയങ്കര എക്കോ ആണെന്ന് തോന്നുന്നു. ഓക്കെ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഒരു സംവാദത്തിന്റെ ഈ ഒരു അവസരം തന്ന എൻ്റെ സഹസമ്പാദക റാണിജിക്ക് എൻ്റെ ആശംസ ആദ്യം, എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ മലയാളം അത്ര വലിയൊരു ഒഫീഷ്യൽ ഡിബേറ്റ് ഒരു ഒറേറ്ററായിട്ട് തോന്നത്തില്ല. കാര്യം എനിക്കൊന്ന് എൻ്റെ ഒരു രീതി നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ഒരു ഫ്ലോ സ്പീച്ച് ഒക്കെ അറിയാം. പക്ഷെ ഞാനത് മാക്സിമം എൻ്റെ എബിലിറ്റി കൊണ്ട് തന്നെ അത് സംസാരിക്കാൻ ശ്രമിക്കും. അതിലെന്തേലും ഒരു വന്നിട്ടുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാര്യം ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒറേറ്റർ ഒന്നും അല്ല. അപ്പോൾ ആ ആശംസ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഈ തീവണ്ടി അജൻ യാസർക്കാണ് ഇത് ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഇടയ്ക്ക് നിന്നത്. അപ്പം അതിൻ്റെ ഒരു നന്ദിയും ആശംസയും ഞാൻ അറിയിക്കുന്നു. അനാമികയ്ക്കും ഒത്തിരി നന്ദി. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രക്ചേർഡ് ഡിബേറ്റിലോട്ട് എന്നെ നയിക്കാനുള്ള ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുവാണ്. തീവണ്ടി തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് ഞാൻ റാണിജിയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ നിന്നുള്ള ഒരു പച്ചനുണ പുസ്തകം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടൈറ്റിൽ. അപ്പൊ ഞാൻ അത്രയും കാര്യമാക്കിയിരുന്നില്ല. കാര്യം എല്ലാവർക്കും അവരുടെ തർക്കത്തിനും എല്ലാത്തിനും റൈറ്റ് ഉള്ളതാണ്. പക്ഷെ ലാസ്റ്റ് സമയം തീവണ്ടിയിൽ നമ്മുടെ റാണിജിയുടെ ഒരു അഭിമുഖത്തിലാണ് ഇതിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ഒരു ധാർമ്മികത പോലും എടുക്കുന്നില്ല എന്ന് നമ്മുടെ നല്ല സംവാദകനായ ഒരു സെബാസ്റ്റിക്കും എൻ്റെ ക്രിസ്തുവിൽ സഹോദരനായ പ്രിൻസ് പി എസിനൊക്കെ അദ്ദേഹം പണഞ്ഞു പേര് നോക്കിയിട്ട് 5 ഗുണം കിട്ടിയില്ല, 3 ഗുണം കിട്ടിയില്ല, 1 പോലും കിട്ടാതെ നാണം കിട്ടുപോയപ്പം ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് അത് എങ്ങനെയാണ് ഇതൊന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കൊരു ഹൃദയമായിട്ടൊരു സങ്കടം തോന്നിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിന് ഉണ്ടായ ഒരു സാഹചര്യം. അപ്പൊ ഇതിന് മുമ്പ് ഇതിന്റെ സാഹചര്യം വരാൻ ഇക്കാര്യം ബൈബിൾ എന്താണെന്നുള്ളതും ഇതിന്റെ കോൺട്രഡിക്ഷൻസ് എന്താണെന്നും റിഡാക്ഷൻ എന്താണെന്നും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്കറിയാം. അതേ സെയിം സമയം തന്നെ ഇപ്പൊ ഒരു കറുത്ത പുസ്തകം ഒരു കാമുകനോ കാമുകയോ കൊടുത്തത് കൊണ്ടോ ഒരു കൂട്ടുകാരി കൊടുത്തത് കൊണ്ടോ ഇത് ഒറ്റയ്ക്കിരുന്ന് വായിച്ച് നമുക്കിത് തള്ളി മറിക്കാമെന്ന് വിചാരിക്കുന്നവരുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഇടയിൽ ആൾക്കാരുള്ളത് കൊണ്ട് എല്ലാവരുടെയും തിരുത്താൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്നവർക്ക് കുറച്ചും കൂടെ ഒരു ടൈം എടുത്ത് ഇത് ചെയ്യാമെന്ന് ഞാനും വിശ്വസിച്ചാണ് ഒരു സ്ട്രക്ചേർഡ് ഡിബേറ്റിന് വേണ്ടി വന്നത്. അപ്പൊ വിഷയം ഇത് തന്നെയാണ്. എൻ്റെ എതിർ സംവാദക സ്ഥാപിച്ചതുപോലെ അവരുടെ തർക്കത്തിൽ, അവരുടെ ആശയത്തിൽ പഴയ നിയമത്തിൽ ഉള്ള അതേ ആശയങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ കൊണ്ടുപോകുന്നത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ഇതായിട്ട് തോന്നും. എന്തെങ്കിലും ഒരു ബോറിംഗ് ആയിട്ടോ ഒരു റെപ്പറ്റീഷനോ ആയിട്ട് തോന്നുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സോ എന്താണ് ബൈബിൾ? ബൈബിൾ എന്ന് പറയുന്നത് ആക്ച്വലി ബുക്ക് ഓഫ് ബുക്സ്, ദ ബുക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സംവാദക ആദ്യം പറഞ്ഞതിനകത്ത് ഇതൊരു എന്തോ അസാധാരണ പുസ്തകമായിട്ട് ആരോ കാണുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമുണ്ട്. ഇതൊരു ബുക്കാണ്, ഒരു ചരിത്ര പുസ്തകം. ഇതിനകത്ത് 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും ഒന്നും. അത് നമ്മൾ ബന്ധങ്ങൾ വ്യത്യാസങ്ങളാണ് അടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സോ എന്താണ് പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമം? നിയമം എന്ന് പറഞ്ഞാൽ വന്നത് എന്തുകൊണ്ടാണ്? ഉടമ്പടി എന്ന് വരാൻ കാരണം എന്താണ്? സോ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ഏകദേശം ചിലയിടത്ത് 39, പ്രൊട്ടസ്റ്റന്റുകാർക്ക് 39, മറ്റവർക്ക് 43, 44, ഇങ്ങനെ നമുക്ക് ഒരു നമ്പർ വ്യത്യാസം കാണാം. അത് നിങ്ങൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇത് ചിലർക്ക് ഇത് വേണ്ടാത്തത് എടുത്ത് മാറ്റിയിട്ട് 39 പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ എന്താ 2 കൂട്ടർക്കും 27 തന്നെ കാണാൻ പറ്റും. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഡിനോമിനേഷൻ വ്യത്യാസം വരുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് എന്തായാലും ഇതൊരു മതത്തിലോട്ട് മാറിപ്പോയി. അപ്പൊ ആ സമയത്തുണ്ടാവുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നുള്ള ചർച്ചകൾ സംസാരിക്കാം. അപ്പൊ പഴയ നിയമത്തിലുള്ള ഈ പുസ്തകങ്ങളെ എങ്ങനെ നോക്കിയാലും ഇത് ആദ്യം എഴുതുന്നതിനകത്ത് പെന്ററ്റ്യൂക്ക് അല്ലെങ്കിൽ തോറാന്ന് മോശ എഴുതിയ 5 പുസ്തകങ്ങളിനകത്ത് യഹൂദന്മാരുടെ നിയമം ആണ് എഴുതിയേക്കുന്നത്. ഇതും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു ബന്ധമില്ല, അതെനിക്കൊന്നും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പൊ അതിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കുറച്ചും കൂടെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 39 ഞാൻ പഠിച്ച പുസ്തകം മാത്രമേ എടുക്കുന്നുള്ളൂ. യാസർക്ക പറഞ്ഞതുപോലെ എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ആകെ എടുത്തിരിക്കുന്നത് ഞാൻ വരച്ചും കുറിച്ചും പരിശീലിച്ച, എനിക്കൊരു കൂട്ടുകാരിയെ തന്നതല്ല, ഞാൻ ജനിച്ച എൻ്റെ ക്രിസ്തുവിന്റെ മാർഗത്തിലാണ്. അപ്പം ഞാൻ പഠിച്ച 66 പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 66 പുസ്തകങ്ങൾ കണ്ട 39 ആദ്യത്തെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ക്രിയേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എഴുതിയത് മോശ തന്നെയാണ്. അപ്പൊ മോശ നോക്കുമ്പോ ഒരു യഹൂദനാണ് അല്ലെങ്കിൽ എബ്രായ കുലത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. അതിപ്പം ഇപ്പൊ ജീവനോടിരിക്കുന്ന മുസ്ലിംകാർക്കും നമുക്കും എല്ലാവർക്കും ഈ മോശ എന്ന് പറയുന്ന വലിയൊരു പ്രവാചകനാണ് പഴയ നിയമത്തിൽ. അപ്പൊ അദ്ദേഹം എഴുതിയത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
മണ്ണ് കുഴിച്ചുണ്ടാക്കി. സംവാദക പറഞ്ഞ പോലെ ഉൽപ്പത്തിൽ ഒരുപാട് വചനങ്ങളൊക്കെ പറഞ്ഞു, ക്രിയേഷനെ പറ്റി പറയുന്നു. ഇത് യഹൂദന്റെ ഉള്ള 5 ഗ്രന്ഥങ്ങൾ എഴുതിയതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ഷൻസ് പറയാൻ പറ്റും. അതിനകത്ത് നമ്മൾ കേൾക്കുന്ന പേരാണ് യഹോവ. അപ്പം ഇത് ഒരു എന്തോ വലിയ പുസ്തകമാണ്, ദൈവത്താൽ എഴുതപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സംശയിക്കേണ്ടിരിക്കും, ഒരു മനുഷ്യൻ തന്നെ എഴുതിയ പുസ്തകമാണ്. ദൈവിക കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ കൈകൊണ്ട് തന്നെ ആ ലാംഗ്വേജിൽ, ഇന്ന് മലയാളമല്ല, ആ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ ആ 39 ദിവസം ഞാൻ പെട്ടെന്ന് പറയാം. ലോ ഓർ തോറ ഓർ പെന്ററ്റ്യൂക്ക് എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങൾ 5 എന്നാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പിന്നെ ഹിസ്റ്ററിയാണ്. പിന്നെ പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് തന്നെ ഗ്രീക്ക് ബൈബിളും എബ്രായ ബൈബിളും രണ്ടായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചെയ്യാനില്ല. കാര്യം ഓൾറെഡി സംവാദം ചെയ്ത് അതിൽ പാസ്റ്റർ ഷിബു പിടിയിൽ പറയുന്നുണ്ട്, ഇതിന് ബാക്കി പഠിപ്പിക്കണമെങ്കിൽ ഞാൻ വീടും കെട്ടും പടക്കം എടുത്തുകൊണ്ട് 3 മാസമായിട്ട് പഠിപ്പിക്കേണ്ടത്. എനിക്ക് ആ പാടെ 20 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോവാണ്, പക്ഷെ അവലോകനത്തിൽ ഞാൻ അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ചരിത്ര പുസ്തകങ്ങളായിട്ട് പറയുന്നു, ചിലത് മിനി ചരിത്ര പുസ്തകമായിട്ട് പറയുന്നു, ചിലത് കൃതികളായിട്ട് പറയുന്നു. ഇപ്പൊ സങ്കീർത്തനങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ കൃതികളാണ്. ചിലത് അതിനെ ഈ പ്രവചന പുസ്തകങ്ങളോട് വരുമ്പം മേജർ പ്രോഫിറ്റ്സും മൈനർ പ്രോഫിറ്റ്സ് എന്നൊക്കെ പറയുന്നു. അപ്പം ഓരോ സമയത്തും ബൈബിൾ തർജ്ജമ ചെയ്യുന്ന സമയത്ത് എബ്രായ ഭാഷയിൽ ഒരു പേരല്ലായിരിക്കും ഗ്രീക്ക് ഭാഷയിൽ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി യേശുക്രിസ്തുവിന്റെ ജന്മമാണ് പുതിയ നിയമത്തിൽ. അപ്പൊ ഞാനിത് ചുരുക്കി പറയുന്നത്, ഈ 39 ബുക്കുകൾ നോക്കുമ്പം പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ക്രിയേഷൻ ഉണ്ട്, അതിനകത്ത് മാറിപ്പോയ ആൾക്കാരുണ്ട്. പിന്നെ ഒരു നിങ്ങൾക്കറിയാം, ഇസ്രായേലിലോട്ട് അടിമത്തത്തിൽ പോകുന്നതുണ്ട്. ഈ ഉടമ്പടി നിയമം എന്ന് പറയാൻ തന്നെ കാരണം, എന്റെ പറഞ്ഞ ഈ ആദമൻ ഉണ്ടാക്കിയ സമയത്ത് ദൈവം ഒരിക്കലും ഒരു നിയമം കൊടുത്തിട്ടില്ല. ഉണ്ടാക്കിയിട്ട് നീ എന്നെ സ്നേഹിക്കണം എന്നൊന്നും പറയുന്നില്ല. കാര്യം സ്നേഹത്തിലാ ക്രിയേഷൻ ഉണ്ടായത്, സ്നേഹിക്കാനാ ക്രിയേഷൻ ഉണ്ടായത്. നമ്മുടെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സ്നേഹത്തിൽ ഒരു കുഞ്ഞുണ്ടാവെന്ന് പറഞ്ഞാല് ആ ആദിയിലിരിക്കുന്ന പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ആ സ്നേഹമായ തൃത്വമായ ദൈവത്തിന്റെ ക്രിയേഷനാണ് ആദം. അതുകൊണ്ടാണ് ആദം എന്റെ മകൻ, ആദ്യജാതനും, യേശു സെക്കൻഡ് സൺ അല്ലെങ്കിൽ രണ്ടാമത്തെ മകൻ എന്നും പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ 31 പുസ്തകങ്ങളും തികച്ചും യഹൂദ ചരിത്ര പുസ്തകങ്ങളാണ്. ഇതിൽ പ്രവാചനുണ്ട്, പക്ഷെ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു രക്ഷകൻ വരുന്നുണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഈ സൃഷ്ടി വീണുപോയി എന്നുള്ളത് അതെങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല, വീണുപോയി എന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് വന്ന റെസ്റ്റോറേഷൻ, ഉയർപ്പിന് വേണ്ടിയിട്ട്, വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് രക്ഷകൻ വരുന്നുണ്ടെന്നറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്? അബ്രഹാമിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് പോലെ തന്നെ അബ്രഹാമിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. അത് തികച്ചും യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എബ്രായർ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതിയാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇസഹാക്ക് വരുന്നു, പിന്നെ മകൻ യാക്കോബിൽ വരുന്ന 12 ആൾക്കാര്, 12 ഗോത്രങ്ങള്. അതാണ് പിന്നെ തിരിച്ചു ഇസ്രായേൽ. ആദ്യം പറയുന്നത് യഹൂദന്മാരെന്ന് പറയുന്നത്, പക്ഷെ അവിടെയും പിന്നെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ന്യായാധിപന്മാർ വരുന്നു, രാജാക്കന്മാർ വരുന്നു. രാജാക്കന്മാർ സെക്കൻഡ് ശൗല് കഴിഞ്ഞ് ദാവീദ് കഴിഞ്ഞ് സോളമന്റെ സമയത്താണ് ആലയം പണിയുന്നത്. അപ്പൊ ഇവർക്ക് നോക്കുമ്പം ഞാനിത് പറയാൻ കാര്യം, ഇതിനകത്തൊരു ദൈവിക സങ്കല്പങ്ങൾ കാണും. അപ്പൊ ചുരുക്കത്തിൽ പഴയ നിയമമെല്ലാം യഹൂദന്മാരുടെ ചരിത്രമാണെന്ന് ഞാൻ ഖണ്ഡിക്കുന്നു. അത് ക്രിസ്ത്യാനിയോട് ഒരു ബന്ധവുമില്ല, അത് നിഴലാണ്. അതിൽ നിന്നുകൊണ്ടേ നമുക്ക് ക്രിസ്തുവിനെ പഠിക്കാൻ പറ്റൂ. ക്രിസ്തു അതിൽ നിഴലായിട്ട് തന്നെ നിൽപ്പുണ്ട്. കാരണം പ്രവചനങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സംവാദക പറഞ്ഞ പോലെ ഒരു ക്രിസ്തു വരുന്നുണ്ട്, രക്ഷിതാവ് വരുന്നുണ്ട്, ഇതെല്ലാം കറക്റ്റ് ആണ്. അതെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. പുതിയ നിയമങ്ങൾ നോക്കുമ്പോൾ തികച്ചും അബ്രഹാം കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോപ്പ് ദാവീദിൽ കാണാം, പക്ഷെ അതുപോലും വേണ്ടാൽ അടുത്ത സ്റ്റോപ്പ് യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അപ്പൊ ഒരു അധ്യാപകനാണ് എന്ന് പറഞ്ഞ എന്റെ എതിർ സംവാദകയ്ക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ദൈവവചനം പഠിക്കേണ്ടിയിരിക്കുന്നു, എങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സംവാദകയാകാം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് ജനിച്ച കാര്യമാണ് പുതിയ നിയമത്തിൽ. പക്ഷെ അതിന്റെ എഴുത്തുകാരൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യഹൂദന്മാർ തന്നെയാണ്. അതിൽ വരുന്നത് ഗോസ്പൽസ് ആണ്. ആദ്യം ഈ മാത്യു, ലൂക്ക്, മാർക്ക്, ജോൺ എന്ന് പറയുന്ന നാല് സുവിശേഷങ്ങൾ എഴുതിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുദ്ധാനമാണ്. പിന്നെ പറയുന്ന ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ഈ വൈദ്യനായ ലൂക്കിന്റെ തന്നെ 2ാം പാർട്ടാണ്. അത് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിക്കുന്നു. അപ്പോ പുരുഷൻ തൊടാതെ ഒരു കന്യ ഗർഭിണിയായി എന്ന് പറയുന്ന ആ ദൈവസങ്കല്പം, ദൈവം സ്നേഹമാണെന്ന് തെളിയിക്കാൻ വന്ന യേശു ക്രിസ്തുവിനെ ഒരു ധാർമ്മികത പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തു മാർഗം അടങ്ങുന്ന എന്നെപ്പോലുള്ള അനേകം പേരുടെ വേദനയാണ്. അത് തെളിയിക്കാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്. ഇനിയിപ്പോ അത് ശ്രമത്തിൽ ഞാൻ വിജയിച്ചില്ലെങ്കിൽ പോലും ആ സത്യം ആർക്കും, ഈ ആകാശത്ത് നോക്കി തെരുവ് പൊട്ടി കുരയ്ക്കുന്നത് പോലെയുള്ളൂ വിമർശകരെ ഞാൻ ഇതിൽ കാണുന്നത്. പക്ഷെ ഞാൻ ഇതിൽ തെളിയിക്കാൻ ശ്രമിക്കുന്നത്
പറയുന്നത് ഈ പുതിയ നിയമത്തിൽ ഗോസ്പൽസ് യേശുവിന്റെ ജനനം എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ലെറ്റേഴ്സ് നമുക്ക് കാണാം. ഈ ലെറ്റേഴ്സും എഴുതുന്നത് പിന്നെ അപ്പോസ്തല പ്രവൃത്തി 9 നമുക്ക് അടുത്തൊരു നല്ലൊരു അപ്പോസ്തലനെ കാണാൻ പറ്റുന്നത് പോൾ ആണ്. പോൾ ഈ ലെറ്റേഴ്സിനെ പറ്റി എഴുതുന്നെല്ലാം ആ സഭയിൽ ഈ പഴയ നിയമ ന്യായ പ്രമാണം മാറി എന്നുള്ളതാണ്. അതിൽ ഞാൻ അടുത്തിലോട്ട് കടക്കാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ഒരു ഓവർവ്യൂ ആദ്യം പറയുന്നുള്ളൂ. കാരണം എതിർ സംവാദകയ്ക്ക് 1-2 പോയിന്റ് അവിടെ നടന്ന് ചിരണ്ടിക്കൊണ്ട് വന്നാൽ മതി. എന്നെ സംബന്ധിച്ച് ഇത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാണികളുടെ നിങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ എന്റെ മാക്സിമം എബിലിറ്റിയിൽ നിന്ന് ഇതൊരു ചുരുക്കത്തിൽ പറഞ്ഞിട്ടേ ഞാൻ എന്റെ മെയിൻ പോയിന്റിലോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ലെറ്റേഴ്സിലെല്ലാം കാണുന്നത് ഒരു 13 അല്ലെങ്കിൽ എബ്രായർ അടക്കം 14 ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ലീഹയെ കാണാൻ പറ്റും. ഷൗൽ എന്ന് പറഞ്ഞ ബെന്യാമിൻ ഗോത്രക്കാരൻ, റോമാ പൗരക്കാരൻ, ഭയങ്കരമായിട്ട് പഠിച്ച ആളാണ്, ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചവൻ. ഒരു എൻകൗണ്ടറിലൂടെ അദ്ദേഹം ക്രിസ്തുവിന്റെ ശിഷ്യൻ അല്ലെങ്കിൽ അപ്പോസ്തലനായിട്ട് ഒരു മെസ്സഞ്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആത്മീയമായിട്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അനേകം കാര്യങ്ങൾ കാണുന്ന, നമ്മൾ പുതിയ നിയമ രക്തബലി അല്ലാത്ത അപ്പവും വീഞ്ഞിന്റെയും സാക്ഷ്യം എഴുതി തന്നവൻ. അങ്ങനെ 14 ലേഖനങ്ങളും ഒരു യഹൂദൻ നിന്ന് മാറി ദൈവരാജ്യത്ത് പ്രസംഗിക്കുന്ന ഒരാളെ കാണാൻ പറ്റും. നമ്മുടെ എതിർ സംവാദം സുവിശേഷ പണി എന്നൊക്കെ പറഞ്ഞു. അത് അറിവില്ലായ്മയായിട്ട് ഞാൻ കാണുന്നു. തുടർന്ന് റിബട്ടലിൽ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കാത്തലിക് ലെറ്റേഴ്സ് ആണ്. മറ്റേത് പറയുന്നത് ഒരു കോൺഗ്രിഗേഷൻ ലെറ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഇത് ഈ ഹീബ്രൂസ്, ജെയിംസ്, ഇത് അവരവർ തന്നെ, പീറ്റർ ഒക്കെ അവരവർ തന്നെ എഴുതിയേക്കുന്ന ലെറ്റേഴ്സ് ആണ്. ഇത് പോലും എഴുതിയേക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റത്തില്ല. ആ കാലഘട്ട യൂദാ ഗോത്രത്തിൽ നിന്ന് മാറിപ്പോയ ജെന്റൈൽസ്, വഴിതെറ്റിപ്പോയ ആളുകൾക്ക് വേണ്ടി അവർ എഴുതുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ ലോകത്ത് യഹൂദ മതം ഇത്രയും തിളച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ ദൈവമില്ല എന്ന് പറയുന്നവന്റെ ഏറ്റവും തിരിച്ചടിയാണ് ഒരു യഹൂദനെങ്കിലും ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് നോക്കുമ്പോൾ റെവലേഷൻ ആണ്. റെവലേഷൻ എന്ന് പറയുന്നത് AD 70 2-ാം ദേവാലയം നമ്മൾ തകർക്കപ്പെട്ടു എന്ന് പറയുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ പ്രവചനങ്ങളും ഈ നിവർത്തിയായി കഴിഞ്ഞു എന്നുള്ളത് റെവലേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ റെവലേഷനിൽ മാത്രമല്ല, യേശു ക്രിസ്തുവിടെ ജനന സമയത്തും ജീവിത സമയത്തും സുവിശേഷ സമയത്തും എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന എല്ലാ സുവിശേഷവും വ്യക്തമാക്കുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ മാറ്റിക്കൊണ്ട് പുതിയ നിയമത്തിന്റെ സ്നേഹമായ നിയമം വന്നെന്നാണ്. അപ്പൊ ഇനി ആ ചുരുക്കത്തിൽ ഞാൻ പറയാം. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറയാം. സൂക്ഷ്മമായിട്ട് നമുക്ക് ഇനി പരീക്ഷിക്കാം. ഇത് തമ്മിലുള്ള ബന്ധം, ഇത് യഹൂദ നിയമമാണ് പഴയ നിയമം എങ്കിൽ തന്നെ നമ്മുടെ പുതിയ നിയമമായിട്ട് ഇത് നമ്മുടെ എതിർ സംവാദം പറഞ്ഞു തീവ്രമായിട്ട് പഠിപ്പിക്കുന്നു. അത് ശരിയാണ്. തീവ്രമായിട്ട് എങ്ങനെ പഠിപ്പിക്കുന്നു? തീവ്രമായിട്ട് എതിരായിട്ട് പഠിപ്പിക്കുന്നു. അതെങ്ങനെ നമുക്ക് നോക്കാം. ആദ്യ നിയമങ്ങൾ തന്നെ 613 പഴയത്. പക്ഷെ പുതിയ നിയമത്തിൽ ഒറ്റ നിയമമുള്ള യോഹന്നാന്റെ സുവിശേഷം 13:34 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ ഒറ്റ നിയമമേ ഉള്ളൂ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. പിന്നെ അടച്ചു പോകുന്നതുപോലെ പഴയ നിയമത്തിൽ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ എതിർ സംവാദം പറഞ്ഞു ശരിയാണ്, തീവ്രമായിട്ട് പഠിപ്പിച്ചു, പക്ഷെ എതിരായിട്ട് പഠിപ്പിച്ചു. ഇത് രണ്ടും രണ്ട് നിയമമാണ്. അപ്പൊ ഉടമ്പടി പഴയ നിയമത്തിൽ അഗ്രചർമ്മമാണ്. അവന്റെ അറ്റം കണ്ണിക്കണം, തൊലിക്കകത്തിരിക്കുന്ന അഴുക്ക് പോലും പാടത്തില്ല നീ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ. അതുകൊണ്ടാണ് എതിർ സംവാദകൻ പറയുന്നത് കൈ കഴുകിയാൽ ഈ അഴുക്കല്ല പ്രശ്നം. ഈ പുതിയ നിയമത്തിൽ നമുക്ക് സ്നാനം, മാമോദീസ, അടക്ക പുനരുദ്ധാനത്തോട് യേശു ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി. അബ്രഹാമിനോട് ഉടമ്പടി വെച്ചത്, അതല്ലേ മോശയോടല്ല. അബ്രഹാമിനോട് വെച്ച ഉടമ്പടിയിൽ മോശ കണ്ടെത്തിയ ഒരു ദൈവിക സങ്കല്പം യഹോവയാകുന്നു. അതിലൂടെ ഞാൻ വരുന്നുണ്ട്. ഇനി ആരാധന പഴയ നിയമത്തിൽ രക്തബലിയാണ്, യാഗമാണ്, നിയമമാണ്, സിവിലോ മറ്റേലോ മറിച്ചലോ പിരീഡ്സായ 2 പ്രാവിനെ അറക്കുക, ഒരുപാട് രക്തവും മദ്യവും ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എതിർ സമാധാനം പറഞ്ഞ കറക്റ്റാണ്. നിയമാവർത്തനം പറഞ്ഞ പെന്ററ്റൊക്കെ നോക്കിയാൽ നമുക്ക് രക്തദാഹിയ ഒരു ദൈവത്തെ കാണാം. അത് ദൈവമല്ല എങ്കിൽ ദൈവം നിഴലല്ല. അവിടെ ഫുള്ള് തീവ്രമായിട്ട് യക്ഷയെ പോലെ നിൽക്കുന്ന ഒരു യഹോവയെ നമുക്ക് കാണാം. അപ്പം നിഴലായിട്ട് നിൽക്കുന്ന വേറൊരു ദൈവം ഉണ്ടെന്ന് നമുക്ക് കാണാം. അതില് യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു, യഹോവ കൊടുത്ത നിയമങ്ങളെയാണ് യേശു ക്രിസ്തു കണ്ണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട്? അപ്പൊ രണ്ടും രണ്ടാണ്. നമുക്കൊന്ന് അടുത്ത് സൂക്ഷ്മമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആരാധന പഴയ നിയമത്തിൽ രക്തബലി, യാഗം, നിയമം, അറുക്കണം, കൊല്ലണം, അത് പിടിക്കണം, ഇത് പിടിക്കണം. 613 ഡൂസ് തന്നെ ഇത് ചെയ്യേണ്ടത് 365 നിയമങ്ങൾ, ചെയ്യാത്തത് 248 നിയമങ്ങൾ. ഈ നിയമം 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 എന്ന് പറഞ്ഞാൽ അവരെ അടിമ നഗുപ്തത്തിലാക്കിയ യഹോവയെ നമുക്ക് കാണാം. പുതിയ നിയമത്തെ ആരാധനയിൽ യേശു ക്രിസ്തു പറയുന്നു, ജോൺ 4:24, എന്റെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അതിന് നിനക്ക് ആരാധന സ്ഥലം പോലും വേണ്ട, നിന്റെ ആത്മാവിൽ ആരാധിക്കുക, സത്യത്തിൽ ആരാധിക്കുക. പിന്നെ യാഗം രക്തബലിയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞത്, അവൻ അറക്കപ്പെടുന്നതിന് മുമ്പ് അപ്പവും വീഞ്ഞും എടുത്തിട്ട് പറയുന്നത് ഇതാകുന്നു എന്റെ ശരീരം, എന്റെ രക്തം, വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് ആ ഓഡിയൻസിനോടാണ് പറയുന്നത്, നമുക്കല്ല.
നമ്മൾക്കല്ല. പക്ഷെ ഞാൻ ഭാഗ്യവതി ആയതുകൊണ്ട്, ഇതറിയാൻ ഒരു വെളിപ്പാടുള്ളത് കൊണ്ട് എനിക്ക് അതിനോട്ട് ചേരാനായിട്ടുള്ള ഒരു ചടങ്ങെന്നും പറയാൻ പറ്റത്തില്ല, ഒരു ശുശ്രൂഷയായിട്ട്, ഒരു വിശുദ്ധ ആരാധനയായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. നിയമത്തിന്റെ ആശയമാറ്റം തന്നെ. അയൽക്കാരനെ സ്നേഹിക്കുക പഴയ നിയമത്തിൽ, ശത്രുവിനെ സ്നേഹിക്കുക പുതിയ നിയമത്തിൽ. പലപ്പോഴും യേശുക്രിസ്തു സംവാദങ്ങൾ പറഞ്ഞതുപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മോശ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ ഇങ്ങനെ പറയുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹം പുതിയ നിയമം മാറ്റി എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പഴയത് കഴിഞ്ഞു പോയി എന്നല്ല. അത് ഞാൻ അടുത്ത ഒരു 2 കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം, നിയമ പട്ടണത്തിൽ കൊടുത്ത് വ്യഭിചരിക്കരുത്. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, സ്ത്രീയെ മോഹിക്ക് മാറും, നോക്കുന്നവൻ തന്നെ വ്യഭിചാരം ചെയ്യുന്നു. എന്ന് വെച്ചാൽ പെനിസ് വജേനോട്ട് കുത്തിക്കയറ്റുന്നത് മാത്രമല്ല, ആക്ട് ഓഫ് ഡൂയിങ് അഡൽട്രി. അതിനർത്ഥം മാസ്റ്റർബേറ്റ് ചെയ്യാം, പെണ്ണിനെ നോക്കാം, ഇതല്ല. പുതിയ നിയമത്തിൽ നീ നോക്കിയാൽ തന്നെ വ്യഭിചാരം ചെയ്യുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എതിർ സംവാദയോട് ഞാൻ യോജിക്കുന്നു. കർത്താവ് തീവ്രമായിട്ട് പഠിപ്പിച്ചു, പക്ഷെ വിപരീതമായി പഠിപ്പിച്ചു എന്നതിൽ തീവ്രത കറക്റ്റ് ആണ്. കാര്യം നോക്കുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്നുള്ളതാണ്. രണ്ടും രണ്ടാണ്. പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിന് ചെറിയൊരു ബലി ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ദൈവത്തെ പ്രീതിപ്പെടുത്താം, മദ്യം ഒഴിക്കാം, കന്യയെ ആട്ടിക്കാട്ടാം. ഇതൊന്നും പുതിയ നിയമത്തിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം നിന്റെ ഹൃദയത്തിനകത്തുള്ള നിന്റെ പശ്ചാത്താപം, നിനക്കൊന്നും കൃപയാൽ യേശു ക്രിസ്തുവിൽ പ്രവേശനം ഉണ്ടെന്നുള്ളതാണ്. ഇത് യഹൂദന്മാർക്കുള്ളതാണ് പുതിയ നിയമം. ഇനി കൊലപാതകം ചെയ്യരുത്. പഴയ നിയമത്തിൽ നമുക്ക് എടുത്ത് കുത്താം എന്ന് യഹോവ തന്നെ പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും കോരക പുത്രന്മാരെ വായ് വളർന്ന് ഒരു 15,000 പേര് ചത്തുപോകുന്നിട്ട് കാണുന്നുണ്ട്. ഒരു ശബദ നാളെ ശുദ്ധീകരിക്കാൻ ഓർക്കാന്ന് ഇത്രയും നിയമങ്ങൾ കൊടുത്തിട്ട് ഒരുത്തൻ വിറവ് കൊള്ളുമ്പം അവനെ തന്നെ അടിച്ചു കൊല്ലാൻ, പാളയത്തിന് പുറത്ത് കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ രക്തദാഹിയായ ഒരു ദൈവത്തെ കാണുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഈ മോശ കണ്ടത് ആരെയാണ്? കാര്യം യേശു ക്രിസ്തു യോഹന്നാൻ പറയുന്നു, പിതാവിനെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. പിതാവേ എന്ന് മാത്രമേ യേശുക്രിസ്തു വിളിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ, യഹോവയായിട്ട് വിളിക്കുന്നത് കാണുന്നില്ല. പിതാവേ എന്ന് വിളിക്കുമ്പം പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു പറയുമ്പം ധാർമ്മികത മാത്രമല്ല, സ്നേഹത്തിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന സ്നേഹത്തിന്റെ പ്രകടനം ക്രൂശെ വരെ നമുക്ക് യേശുക്രിസ്തുവിനെ കാണാം. അടിച്ചാലും തുപ്പിയാലും ദൈവപുത്രനായിട്ടും ഒന്നും ചെയ്യാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ നിറകുടമായ ദൈവത്തെ കാണാം. അതുകൊണ്ടാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. സംവാദം പറഞ്ഞ പോലെ നിങ്ങളും അങ്ങനെ ആയിരിക്കും. അപ്പം സുവിശേഷം എന്തെന്നറിയാതെ ഈ പറയുമ്പം എന്താണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സത്പ്രവൃത്തികൾ അറിയട്ടെ. അത് പഴയ നിയമത്തിൽ മാറ്റുന്നില്ല, പഴയ നിയമം കൊണ്ട് ചെയ്യാനാകുന്നതല്ല. അപ്പൊ യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തീവ്രമായിട്ട് അടിച്ചമർത്തി ആ നുകം കൊടുക്കാനല്ല. ഹി കേം ഡൗൺ ടു സെറ്റ് us ഫ്രീ. ആ സമയത്ത് യഹൂദന്മാരെ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷകനായിട്ട് വന്ന യേശു ക്രിസ്തുവിനെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാക്കിയും യഹോവയും യേശു ക്രിസ്തുവും ഒന്നാക്കിയും ഈ പുതിയ നിയമവും പഴയ നിയമവും തുന്നിക്കെട്ടി വെച്ചിട്ട് രണ്ടും ഒന്നാണെന്നും ഈ പാവം പിടിച്ച ക്രിസ്ത്യാനികൾ ഇത് വെച്ചിട്ട് നമ്മൾ കൊലപാതകമാണെന്നും കൊലയാളി ദൈവമാണെന്നും പറയുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കാര്യം അവരുടെ അജ്ഞതയാണിത്. ഒന്നിൽ ചിലപ്പോൾ അവരുടെ തൊഴിലായിരിക്കാം. അപ്പം എന്റെ പ്രസന്റേഷൻ ഞാൻ ലാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ മാതാപിതാക്കളെ ബഹുമാനിപ്പിൻ എന്നൊരു വചനം പറയുന്നു. പുതിയ നിയമത്തിൽ നോക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിൻ, സ്നേഹിപ്പിൻ. അപ്പൊ പുതിയ നിയമത്തിൽ എല്ലാം എങ്ങനെ നോക്കിയാലും സ്നേഹം 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 എന്ന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോ ഓരോ സന്ദർഭത്തിലും ന്യായപ്രമാണത്തിൽ നിയന്ത്രിക്കപ്പെട്ട ഒരു പെരുമാറ്റ ചട്ടം എന്ന് വെച്ചാൽ ബിഹേവിയർ, ഔട്ടർ ആക്ഷനിൽ നിന്ന് സ്നേഹത്തിന്റെ പുതിയ നിയമം, അത് യോഹന്നാൻ 13:34 നിയന്ത്രിക്കുന്ന എന്ന് വെച്ചാൽ പുതിയ നിയമം, ആ സ്നേഹം നിയന്ത്രിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് യേശു ശ്രദ്ധ മാറ്റുകയാണ്. അതിന്റെ ഉദാഹരണമാണ് കൊല ചെയ്യരുത് എന്ന് ഞാൻ ഈ പറഞ്ഞതല്ല. അപ്പോ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ യഹൂദ ചരിത്രത്തെയും പുതിയ നിയമത്തിൽ ദേവാലയം അടപടലം വീഴുമെന്നും യഹോവയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ആ കാലത്ത് യഹോവ മാത്രമല്ല വചനങ്ങൾ, ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം, അസസേല്, അശേര പ്രതിഷ്ഠ, ബാല്, ഒരുപാടുണ്ട്. യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ ചട്ടങ്ങൾ. ഇങ്ങനെ ദുഷ്ടതയിലും അടിമത്വത്തിലും ഈ എന്റെ ഭാഷ പറഞ്ഞ ആന തേച്ച് മെഴുകുന്ന ഈ ഒരു ജനത്തെ രക്ഷിക്കാൻ ദൈവപുത്രൻ പിറക്കുന്ന, യഹൂദ മതത്തിൽ തന്നെ പിറക്കുന്ന നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. പുതിയ നിയമത്തിൽ പറഞ്ഞതുപോലെ തന്നെ യഹൂദ ജാതിയെ അവരെ ഈ പറഞ്ഞ അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും സ്നേഹത്തിന്റെ സുവിശേഷം കൈമാറുകയും ക്രിസ്തുവിന്റെ ഭർത്തൃത്വത്തിലേക്ക്, കർത്താവിന്റെ കർത്തൃത്വത്തെക്കാളും ഭർത്താവിലോട്ട് മണവാട്ടിയാക്കുകയും ചെയ്യുന്നിട്ട് കാണാം. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓരോ സഭയും. ഞാൻ ഓരോ സഭ കാണുമ്പോഴും കുരിശ് വരയ്ക്കാൻ കാര്യം ഈ ഒരു സിമ്പിളാണ്.
ഈ കഥ ഈ കഥ അറിയാതെ ആട്ടം ആടുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ വിമർശനത്തെയും ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ന് ക്ലബ് ഹൗസിൽ എനിക്ക് ഓരോ റൂമിൽ കയറുമ്പം ഒരു ഗോശാലയിൽ കയറി ഗോമൂത്രവും ചാണകം ഒടിക്കുന്ന മണം വരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ക്ലബ് ഹൗസ് ഒരു പൂങ്കാവനമാക്കാം. നമുക്ക് ഈ ചർച്ചകൾ ഏറ്റവും ഫലപ്രദമാക്കാം. താങ്ക് യു. താങ്ക് യു. സംവാദത്തിൻ്റെ പ്രസന്റേഷൻ റൗണ്ട് ഇവിടെ അവസാനിച്ചു. രണ്ടുപേരും 20 മിനിറ്റുള്ള പ്രസന്റേഷൻ റൗണ്ട് അവസാനിച്ചു. യാസർക്ക ഓൺലൈനിലുണ്ടല്ലോ. നമുക്ക് ഇനി റിബട്ടൽ റൗണ്ടാണ്. രണ്ടുപേർക്കും 3 റൗണ്ടാണ്. ഓരോ വ്യക്തികൾക്കും 10 മിനിറ്റാണ്. ആദ്യത്തെ റിബട്ടൽ റൗണ്ടിനായിട്ട് റാണിജിയെ ക്ഷണിക്കുന്നു. സമയം നോക്കൂ യാസർക്ക. കഴിഞ്ഞ സമയത്ത് മണിയടിക്കാൻ വിട്ടുപോയി കേട്ടോ, ശ്രദ്ധിക്കണേ. ഇല്ല, മണി അടിച്ചായിരുന്നു അന്നമ്മ കേട്ടിട്ടുണ്ടോ? കറക്റ്റ് 18:02 മണി അടിച്ചായിരുന്നു. ഇപ്പൊ 19:41 സെക്കൻഡ് 41.63 സെക്കൻഡ് ടോട്ടൽ ഇപ്പൊ എടുത്തിട്ടുണ്ട് അന്നമ്മ. ഓക്കെ, താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാണോ? നെക്സ്റ്റ് റാണിജി ഓക്കെ അല്ലേ? റിബട്ടൽ റൗണ്ട്, ഫസ്റ്റ് റിബട്ടൽ റൗണ്ട്. ഒരു സെക്കൻഡ്. അപ്പോ അന്നമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന വാദം തന്നെയാണ്. പുതുതായി മുന്നോട്ട്, അതായത് ഏതെങ്കിലും ഒരു പുതിയ നിയമം അദ്ദേഹം പറഞ്ഞു എങ്കിൽ എനിക്ക് അതൊരു ഇതായിരുന്നു. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ പഴയ നിയമത്തിലുള്ള ഒരു വാക്യം എന്താണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് പഴയ നിയമ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ആ വാക്യം പോലും പഴയ നിയമ പുസ്തകത്തിലുണ്ട്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള ആശയം തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് പിന്നെ വളരെ വളരെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. ഇതേ വാക്യം നിങ്ങൾക്ക് പുതിയ നിയമ പുസ്തകത്തിൽ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. എന്തിനാണ് ഈ ശത്രുവിനെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് അവിടെ ഈ കാര്യങ്ങൾ കൂടിയിട്ടാണ് അവർ പറയുന്നത്. എന്താണ് അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 25:21-22 വാക്യങ്ങൾ. ഇങ്ങനെ ഏത് വാക്യങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് ഈ റെജിനയെ ഖണ്ഡിക്കേണ്ടതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാം പഴയ നിയമ പുസ്തകത്തിൽ നിന്നാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്താണ് വാദം? യേശു മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്തെങ്കിലും പുതിയ നിയമം ആയിരുന്നു വിഷയം, ഏതെങ്കിലും പുതിയ വിഷയം. അപ്പം ഈ വിഷയം ഒന്നും ഇല്ല എങ്കിൽ ഈ സംവാദത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഇതേ വാദമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഈ സംവാദത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയും ഒരുപാട് റെഫറൻസ് ഞാൻ തരാം. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യുമെന്ന് സുഭാഷിതങ്ങൾ 24:17-18 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഈ ശത്രുവിനെ സ്നേഹിക്കുന്ന പരിപാടി നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. പുറപ്പാടിന്റെ 23-ാം അധ്യായം 4-ാം വാക്യം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിനു കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. പുറപ്പാട് പുസ്തകത്തിന്റെ 23-ാം അധ്യായം 5-ാം വാക്യം. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പിന്നെ വേറെ ഒന്നും കൂടി നോക്കിക്കോളൂ. സദൃശ്യ വാക്യങ്ങൾ 24-29-ാം വാക്യം. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവർത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. അപ്പം ഇതേ രീതിയിൽ തന്നെ ആണ് പഴയ നിയമ പുസ്തകത്തിൽ ഒരുപാട് കാര്യം, അതായത് സഹോദരങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ സഹോദരങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മനോഭാവത്തിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ ശത്രുവിനെ തന്നെയാണ് ഈ രീതിയിൽ, അതായത് ഈ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അന്നമ്മ ഇവിടെ വന്നപ്പോൾ പോലും കാണിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹം, സഹോദര സ്നേഹം, അതായത് ആ ഒരു പൊതു സമൂഹത്തോട് ഉള്ള ഒരു സ്നേഹം മാത്രമാണ് ഈ പിന്നെ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് പോലും. പെട്ടെന്ന് തന്നെ നമുക്കത് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരെ വന്ന് എല്ലാവരെയും പിന്നെ ഒന്ന് നമസ്കാരം പറഞ്ഞ് എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നേരെ മറിച്ച് അന്നമ്മ എന്താ ചെയ്തിരിക്കുന്നത്? അന്നമ്മ വന്നിട്ട് സ്വന്തം സഹോദരി എന്ന് അനാമികയെ പറഞ്ഞ അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അതായത് ക്രിസ്തുവിൽ തന്റെ സഹോദരനായ പ്രിൻസ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.
അതാണ് ആ ഒരു വിവേചനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ വിവേചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന വിവേചനം എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്. അതായത് ഒരു പൊതുസമൂഹത്തെ, അതായത് വിശ്വാസത്തിലുള്ള ആൾക്കാരെ മാത്രം സഹോദരങ്ങളെന്നും അമിതമായിട്ടുള്ള ഒരു സ്നേഹവും അവരോട് കാണിക്കുക എന്നുള്ളത്. മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു മൂല്യവും മുന്നോട്ട് വെക്കാൻ യേശു ഇവരെ പഠിപ്പിക്കുന്നില്ല. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്. അതായത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതേ രീതിയിലുള്ള മറ്റൊരു വാക്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ പുതിയ നിയമ പുസ്തകത്തിൽ, മത്തായിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. നോക്കുക, അവിടെയും ഈ യേശു എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് പഴയ നിയമ പുസ്തകത്തിലുള്ള അതേ ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മത്തായി 12-30 വാക്യം. അതായത് എന്നോട് കൂടെയല്ലാത്തവൻ എന്റെ എതിരാളിയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കണോ? അല്ല, നമ്മളുടെ ശത്രു എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അന്നമ്മ ഇവിടെ മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ് അവിടെ നമ്മൾക്ക് പ്രതിഫലിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഞാൻ ഖണ്ഡിച്ചു എന്ന് ഞാൻ പറയുന്നു. അതായത് തമ്മിൽ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. തമ്മിൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് മറ്റൊരു അന്നമ്മയുടെ വാദം. അതായത് ഈ വാക്യം യോഹന്നാന്റെ, അതായത് ഒരൊറ്റ റെഫറൻസ് പോലും അന്നമ്മ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കുക, ഞാൻ തന്നെ ഈ റെഫറൻസ് ഒക്കെ എടുത്തു വെക്കേണ്ട ഗതികേടിലാണ് അന്നമ്മ വരുത്തിയിരിക്കുന്നത്. ഞാൻ ഓരോ വാക്യങ്ങൾ പോലും കോട്ട് ചെയ്തപ്പോൾ എല്ലാ വാക്യത്തിന്റെയും റെഫറൻസ് അടക്കമാണ് അന്നമ്മയ്ക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുത്തത്. അദ്ദേഹത്തിന് ആ വാക്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്നമ്മ അതായത് ഇപ്പൊ ഒരു ബൈബിൾ പരിജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരു വാക്യം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഖണ്ഡനം നടക്കുന്നത് എന്ന് നിങ്ങൾ കാണുക. എന്തായാലും പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളത് യോഹന്നാന്റെ അന്നമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് 2 സ്ഥലങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 13-ലും യോഹന്നാൻ 14-ലും. നിങ്ങൾ ഇത് പോയി പഠിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം അറിയും എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ നമുക്ക്, അതായത് ഇതൊരു പുതിയ കൽപ്പനയാണ് എന്ന് യേശു പറഞ്ഞെങ്കിൽ പോലും യേശു ഒരു അധ്യാപകനാണ്. അതായത് മൊത്തം ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. നിയമവും പ്രവാചകന്മാരും എല്ലാം മുന്നോട്ട് വെക്കുന്ന, സമസ്തവും അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കുന്ന രാജകീയ നിയമമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതേ തത്വം തന്നെയാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ആ തത്വം പോലും എന്നുള്ളത് അന്നമ്മയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതിന്റെ റെഫറൻസ് പഴയ നിയമ പുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 133-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഒറ്റ അധ്യായത്തിലാണ് ആ ഒരു കാര്യം പറയുന്നത്. നോക്കുക, സഹോദരർ ഏകമനസായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 133-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയോ സഖറിയയുടെ പുസ്തകത്തിൽ എടുത്തു നോക്കിക്കോളൂ. 7-ന്റെ 9-ാം വാക്യം. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. സഖറിയ 7-10. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. സുഭാഷിതങ്ങൾ 6-ന്റെ അസത്യം പറഞ്ഞു കൂട്ടുന്ന തിന്മയിലേക്ക് കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവനെന്ന് സുഭാഷിതങ്ങൾ 6-ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയോ ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾ പരസ്പരം വ്യാജം പറയരുത്. നിങ്ങൾ പരസ്പരം മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ വ്യാജം പറയുകയോ അരുത് എന്ന് ലേവ്യ പുസ്തകം 19-ന്റെ 11-ാം വാക്യം. നിങ്ങൾ പരസ്പരം ഞെരിക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. ലേവ്യ പുസ്തകം 25-ന്റെ 17. നിങ്ങൾ പരസ്പരം സത്യം പറയുക. സഖറിയ 8-ന്റെ 16. പരസ്പരം തിന്മ നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്. സഖറിയ 8-ന്റെ 17. നോക്കുക, ഇത് തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അവിടെ മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുത. ഞാൻ പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് അന്നമ്മ തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പറയണേ, ഇനി ഇസ്രായേലിന്റെ ദൈവമായിട്ടുള്ള കർത്താവ് യേശുവുമായി ബന്ധമേ ഇല്ല എന്നുള്ളതാണ് ഈ അന്നമ്മ വെച്ചിരിക്കുന്ന റെഫറൻസ് ഇല്ലാതെ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ. അതൊക്കെ ഞാൻ ഖണ്ഡിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ യേശുവിന്റെ
യേശുവിനോട് ഒരു നിയമജ്ഞൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരും കേട്ടുകൊള്ളുക. നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് മാർക്കോസ് 12:29, 29, 30 വാക്യങ്ങളിൽ പറയുന്നു. ഇതേ വാക്യം നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ്? അത് തന്നെയാണ്, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇവിടെ ഇതേ പഴയ നിയമ പുസ്തകത്തിന്റെ ആശയം തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോ 6-ാം വാക്യവും 5-ാം വാക്യവും നിയമാവർത്തന പുസ്തകം 6-ാം വാക്യവും നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യവും 5-ാം വാക്യവും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ആയോ? ഓക്കെ, ശരി. ഇല്ല, 1 മിനിറ്റ് ഇവിടെ ഉണ്ട്, വാണിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ള റെഫറൻസ് തരാത്ത മറ്റുള്ളതിനൊക്കെ ഞാൻ പിന്നെ കാര്യത്തിൽ തന്നെ ഖണ്ഡിക്കാൻ ശ്രമിക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്റെ വാദം തന്നെയാണ് അന്നമ്മ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അതും പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് തന്നെ യേശു ഉൾക്കൊണ്ടിട്ടുള്ള, അധ്യാപകനായ യേശു, അതായത് നമ്മളൊരു കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ, അതായത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കുറച്ചും കൂടെ വിശദീകരിച്ചും അതുപോലെ തന്നെ വിശദീകരിച്ചും പരത്തിയും കാച്ചിക്കുറുക്കിയും അങ്ങനെയുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഉദാഹരണങ്ങളിലൂടെ ഒക്കെയാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു അധ്യാപകൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് യേശു ഇവിടെ പഴയ നിയമ പുസ്തകത്തിലുള്ള തന്റെ അഗാധമായിട്ടുള്ള ആ ഒരു തീവ്രത ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശരി. താങ്ക് യു. റിബട്ടൽ 1-ാം റൗണ്ട് റാണിജിയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അന്നമ്മയുടെ ഭാഗത്തു നിന്നുള്ള 1-ാമത്തെ റിബട്ടൽ അവസരമാണ്. അന്നമ്മ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാസിർക്ക ടൈം സ്റ്റാർട്ട് ചെയ്തോളൂ. അന്നമ്മ, ആർ യു റെഡി? റിബട്ടൽ ഫസ്റ്റ് റൗണ്ട് ആണോ? ടൈം സ്റ്റാർട്ട് ചെയ്തോട്ടെ അന്നമ്മ? യെസ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്. Thank you for the third time. ഇപ്പം റാണി ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം മുതലേ തുടങ്ങാം. ഖണ്ഡനമാണല്ലോ, നമ്മൾ ഖണ്ഡിച്ചാണല്ലോ അവരുണ്ട് ആദ്യം മുതലേ. ഇപ്പൊ പോയിന്റ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്ത്യാനികൾ കാണിച്ച ഒരു ഇത് കണ്ടോ, അന്നമ്മ കാണിച്ചത് ചെയ്ത് കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ റാണിജി, താങ്കളെ ക്രിസ്തു സഹോദരിയായിട്ടാണ് കാണുന്നത്, പക്ഷെ താങ്കൾ അത് അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ അത് മതതീവ്രവാദം എന്ന് പറയും. അതുകൊണ്ട് താങ്കളെ സുഹൃത്തായിട്ടും കാണുമ്പോൾ അനാമിയെ ക്രിസ്തു സഹോദരിയാണ് കരുതാൻ. ഞങ്ങൾ ഒരേ അപ്പത്തിന്റെ അംശികളാണ്, ഞങ്ങൾ ഒരേ മാംസവും കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്. എല്ലാരെയും കയറി വഴിയെ പോകുന്നവരെ കയറി വിളിച്ചാൽ അടി കിട്ടും. പിന്നെ ശത്രുവിനെ സ്നേഹിച്ചു എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ക്ലബ് ഹൗസിൽ വന്നപ്പം 2.5 മണിക്കൂർ തേവിടിച്ചെന്നും വേശിയെന്നും മറ്റേ മോളെന്നും മറിച്ച മോളെന്നും വിളിച്ച എന്റെ ക്രിസ്തു സഹോദരനായ പ്രിൻസ് PS എന്ന് പറഞ്ഞ താഴെ റിപ്പന്റ് ജീസസ് ഈസ് കമ്മിങ് എന്ന് സ്വന്തം തന്നെ പ്രവചിക്കുന്ന പ്രിൻസ് ഇട്ടതിന്റെ ആ സ്നേഹത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാൻ തിരിച്ചു പറഞ്ഞ സഹോദര, താങ്കൾക്കും വന്ദനം എന്ന്. അപ്പോ ഞാൻ ശത്രുവിനെ സ്നേഹിച്ചതും എന്റെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിച്ചതും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി രണ്ടാമത്തെ ഖണ്ഡനം, താങ്കൾ പറഞ്ഞു ഞാൻ എന്റെ പ്രസന്റേഷനിൽ ഒരു വചനവും വെക്കേണ്ടെന്ന്. കാരണം ഈ വാക്യ വിസർജനം ചെയ്യുന്ന വിമർശകരുടെ മുമ്പിൽ എടുത്തു നിരത്താനുള്ളതല്ല ഈ ദൈവവചനങ്ങൾ എന്ന ബോധ്യം ഒരു ക്രിസ്ത്യാനിയായ എനിക്ക്, പൗരോഹിത്യ ശുശ്രൂഷയിൽ 10 വർഷവും 14 വർഷവും കിടന്ന് പഠിച്ച് ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കീഴിൽ നിന്ന് പഠിക്കുന്ന ക്രിസ്ത്യാനിയെ എനിക്ക് അതെന്റെ ആവശ്യം വരുന്നില്ല. കാര്യം ഇതൊരു ചെറിയ ടോപ്പിക് അല്ല. താങ്കൾ ഒരു ആശയം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. താങ്കൾക്ക് ഇത് എങ്ങനെയെങ്കിലും വിസർജിച്ചാൽ മതി, അല്ലെങ്കിൽ വിമർശിച്ചാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഓരോ ഖണ്ഡനത്തിലും എനിക്കിത് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ എന്റെ പ്രസന്റേഷൻ ഖണ്ഡിക്കുന്നത് റിബട്ടൽ ചെയ്യാത്തത് പോലെ അത് താങ്കളുടെ ഞാൻ ഇവിടെ ഖണ്ഡിക്കുന്നു. ഖണ്ഡനം എന്താണെന്നും പ്രസന്റേഷൻ എന്താണെന്നും അറിയില്ലായ്മ പോയത് എന്റെ തെറ്റല്ല. ഇവിടെയാണ് ഞാൻ ഖണ്ഡിക്കേണ്ടത്. 2 പോയിന്റ് ഞാൻ ഖണ്ഡിച്ചു. മൂന്നാമത് നിങ്ങൾ സുഭാഷിതങ്ങൾ എടുക്കുന്നു, പിന്നെ എടുത്ത 1-2 വചനങ്ങളുണ്ട്. ആ വചനങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ എഴുതിയേക്കുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ വിഘടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യഹോവ വിട്ടുപോയ സമയത്ത്, അവരെ അശേര പ്രതിഷ്ഠ ചെയ്ത സമയത്ത്, ബാലിനെടുത്ത സമയത്ത് എല്ലാം ഇച്ചിരി ചുരണ്ടിക്കൊണ്ടുവന്ന് ഇതങ്ങനെ പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു, റജീന ഒന്നാണ് പറയുന്നത്. ഞാൻ ഒന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെ ഒന്നാകും? നിങ്ങൾ കൊലയാളിയായ ദൈവത്തെ പറ്റി പറയുന്നു, വാക്ക് പറഞ്ഞിട്ടും വാക്ക് പാലിക്കാതെ അരച്ചു കളഞ്ഞ യഹോവയായ ക്രൂരനായ ഒരു ദൈവത്തെ പറ്റി പറയുന്നു. ഞാൻ വാക്ക് പറഞ്ഞാലും വാക്ക് പറഞ്ഞിട്ടും അത് മരിച്ച് കൊല ചെയ്യപ്പെട്ട ദൈവപുത്രനെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു. നമ്മളൊന്നല്ല പറയുന്നത്.
നമ്മൾ രണ്ടൊന്നല്ല പറയുന്നത്. സോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി എന്താണ് ബൈബിൾ എന്ന് ആദ്യം പറഞ്ഞത്. കാര്യം നിങ്ങൾ ബൈബിളാണ് വിമർശിക്കുന്നത്, യേശുവാണ് വിമർശിക്കുന്നത്. അത് യേശു ആരും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് യേശു അധ്യാപകനാണ്, ഞങ്ങൾക്ക് ദൈവപുത്രനാണ്, ദൈവമാണ്, മെഷിഹാണ്, രക്ഷകനാണ്. അപ്പൊ രക്ഷകൻ ആദ്യമായത് യഹൂദർക്കാണ്, ഞങ്ങൾക്കല്ല ന്യായപ്രമാണം കിട്ടിയത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരും യഹൂദനല്ല, ആരും അറ്റം കണ്ണിച്ചിട്ടില്ല, ആരും എബ്രായനല്ല, ആരും അബ്രഹാമിന്റെ സന്തതിയല്ല. നമ്മൾ അബ്രഹാമിന്റെ സന്തതി വിശ്വാസത്താൽ ക്രിസ്തു മൂലമായ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾക്ക് യഹൂദ തമ്മിൽ ഒരു ബന്ധവുമില്ല. വെളിപ്പാട് വരെ ദേവാലയം അടിച്ച് തകർക്കപ്പെടും എന്ന് യേശു ക്രിസ്തു ജീവനോടിരിക്കുമ്പോ തന്നെ മത്തായി സുവിശേഷം 24, നിങ്ങൾക്ക് ഇനി വചനം വേണമെങ്കിൽ ചറപറ പറയാൻ വേണമെങ്കിൽ അവലോകനത്തിൽ ഒരു ഞാൻ വാക്യ മത്സരത്തിൽ ജയിച്ച ആളാണ്. പക്ഷെ ഇവിടെ വാക്യ വിസർജനം ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതല്ല, ആശയത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഓരോ ദൈവവചനത്തെ മാത്രം പറഞ്ഞ് ഖണ്ഡിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെന്റെ കഴിവുകേടല്ല, എന്റെ പക്വതയും മികവുമായിട്ട് കാണണം. അപ്പോ ഈ പറഞ്ഞത് ആദ്യം ഈ ക്രിസ്ത്യാനികൾ ഇതിന് എന്തോ അസാധാരണ പുസ്തകം, അത് നിങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ തെറ്റല്ല. ഇത് വിറ്റ് ചെലവഴിക്കാൻ ഏതിനും ഉണ്ടല്ലോ, ഇത് വിറ്റ് ചെലവഴിക്കാൻ ഇത് മതത്തെ ആക്കി ഈ വെളിപാട് പുസ്തകം ഇനി വരാനുള്ളതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയ ആൾക്കാർ വിശുദ്ധ സത്യവേദ പുസ്തകം എഴുതിയിട്ട് കൊല ചെയ്യുന്ന ദൈവത്തെയും ഈ പറയുന്ന പുതിയ വീഞ്ഞിന്റെയും പുതിയ തുരുത്തിയിൽ പകരേണ്ട പുതിയ വീഞ്ഞിന്റെ സ്നേഹ നിയമത്തെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കിട്ടിയത് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുതിയ നിയമം മാത്രമേ ഞങ്ങൾ ഇത് പഠിക്കുന്നുള്ളൂ. കാര്യം പഴയ നിയമത്തിൽ കോൺട്രഡിക്ഷനും ഈ പറയുന്ന റിഡാക്ഷൻസും എല്ലാം കൂടെ ചേർന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഇപ്പൊ ഒരു കോഞ്ഞാട്ട പോലെയാണ്. അതുകൊണ്ടാണ് ഈ വിസർജനം നടത്തുന്ന വിമർശനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞങ്ങളത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ അരമായ ഭാഷ എന്ന് എബ്രായ ഭാഷ എന്ന് ഗ്രീക്ക് യേശു ക്രിസ്തു വായിച്ചത് ഗ്രീക്ക് ഭാഷയുള്ള വചനമാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ 61 പറഞ്ഞ വചനം യേശു ക്രിസ്തു പറയുമ്പോൾ റിഡാക്ഷൻ സംബന്ധിച്ചു നോ, ഹീസ് ടെല്ലിംഗ് അബൌട്ട് ഹിംസെൽഫ്. സോറി, അദ്ദേഹത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അഭിഷിക്തനാണ് ക്രിസ്തു എന്ന് പറയുന്ന അഭിഷിക്തന് അർത്ഥമുള്ളൂ. അപ്പൊ ദൈവപുത്രന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് വചനം പറയണമെങ്കിൽ ഒരൊറ്റ വചനം മാത്രം ഞാൻ പറഞ്ഞ് ഖണ്ഡിക്കുകയാണ്. താങ്കൾ പറഞ്ഞായിരുന്നു മർക്കോസ് 2:27 കൈ കഴുകി കഴിച്ചു, പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി യേശു ക്രിസ്തു പ്രസംഗിച്ചു, മനുഷ്യരുടെ പാപത്തിന് ഖണ്ഡിച്ചില്ല. കാര്യം ഇത് കൈ കഴുകി ആഹാരം കഴിച്ചിട്ട് ബാക്കി ഭാര്യയെ പീഡിപ്പിക്കുകയും അറിയാതെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന അർത്ഥമില്ല സഹോദരി. അതുകൊണ്ട് പുതിയ നിയമം തീവ്രമായിട്ട് വിമർശിക്കുന്നത് നിങ്ങൾ പാരമ്പര്യം പിടിച്ചുകൊണ്ടല്ല, അതിനോടനുബന്ധിച്ച് അടുത്ത കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്ന ഒന്നും നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല. നീ അരവണ തിന്നത് കൊണ്ടോ നീ പന്നി തിന്നത് കൊണ്ടോ നിന്റെ അകത്ത് അശുദ്ധമാകുന്നില്ല. അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഓരോ വാക്കിനും ഓരോ യേശുക്രിസ്തു പറയുന്നതിന്റെ ആശയവും അർത്ഥവും ആ ഓഡിയൻസും അറിയാതെ നിങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്കത് അജ്ഞതയായിട്ട് തോന്നുന്നുള്ളൂ. അത് എനിക്ക് വചനം നിരത്താൻ അറിയാൻ പാടില്ല. നിങ്ങളിപ്പോ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയ നിയമത്തിൽ 3 വചനങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളുടെ അത് വ്യാഖ്യാനം പറഞ്ഞാൽ നമുക്ക് അവലോകനത്തിൽ പറയാം. കാര്യം എനിക്ക് 20 മിനിറ്റേ ഉള്ളൂ. ഖണ്ഡിക്കാനാണെങ്കിൽ 3000 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനകത്തുണ്ട്. ഇനി പിതാവ് പുത്രൻ പരിശുദ്ധ പഴയ നിയമത്തിൽ പറയുന്നു. പഴയ നിയമത്തിൽ പിതാവ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇല്ല. ഇസ്രായേൽ ജനതയ്ക്ക് അന്ന് കിട്ടിയ ബാലും അശേരയും അവര് ത്യജിച്ചു. കുറച്ചുപേര് യഹോവയെ കണ്ടെത്തി. അതിൽ മോശ കണ്ടെത്തിയ യഹോവയുടെ നിയമങ്ങളും അല്ലെങ്കിൽ ആ സങ്കല്പത്തില് ആ പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്ന മൂർത്തിഭാവവും അവര് കൊടുത്ത ആലയവും യഹോവ ഏകനെന്നും യഹോവ മദ്യം വേണമെന്നും സംഖ്യാപുസ്തകം ലേവ്യാപുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. എനിക്ക് ആ നികത്തിടേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളെല്ലാം ക്രിസ്ത്യാനിൽ എക്സ്പേർട്ട് ആണ്. ഏതെങ്കിലും ഒരു കറുത്ത പുസ്തകം ആരോ വന്നെന്നും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഞാൻ പൊതുവിൽ പറഞ്ഞ ഒരു കാമുവിനെ പ്രീതിപ്പെടുത്താനോ കൂട്ടുകാരെ പ്രീതിപ്പെടുത്താനോ കുറച്ച് കഴിയുമ്പം അവരുടെ ക്രിസ്ത്യാനിയുടെ അവിശ്വസ്ത കാരണം അതിനെ വിമർശിക്കാനോ ഇറങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങൾക്കിത് ദൈവവചനങ്ങളാണ്, നിത്യജീവ മൊഴികളാണ്. കാര്യം ഞങ്ങൾ യഹൂദന്മാരല്ലാതിരിക്കെ ക്രിസ്തുവിന്റെ സുവിശേഷം സൗജന്യമായി കിട്ടുകയും അതിനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ലോകത്തിന്റെ വെളിച്ചമായ മാത്രം മതി. നിങ്ങൾ ഈ മിഷണറി പ്രവർത്തനവും നിങ്ങൾ കാണുന്ന ഹോസ്പിറ്റലും എഡ്യൂക്കേഷനും ഇതെല്ലാം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വചനമാണെങ്കിൽ പറയാം, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഇത് പറഞ്ഞ് ക്രിസ്ത്യാനി ഏറ്റെടുത്തതിന്റെ ആശയവിമർത്തനമാണ്. ഞങ്ങളൊന്നും പറയുന്നില്ല. ഈ സ്നേഹമാർഗം കണ്ട ആൾക്കാർ വരുന്ന മതപരിവർത്തനമല്ല, അത് മനപരിവർത്തനമാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളടക്കമുള്ള ആരെത്ര കൂവി വിളിച്ചാലും അന്ന് 2000 വർഷം മുമ്പ് പിടിച്ചു വെക്കാത്തത് ഇന്ന് ഇത്രയും വളർന്നെങ്കിൽ ഇതിന്റെ 7 ഇരട്ടി വളരാനേ സാധ്യതയുള്ളൂ. കാര്യം ഇത് ഒരുവൻ ക്രിസ്തു എന്ന് പറഞ്ഞവന്റെ രക്തമാണ്, അവന്റെ ജീവനാണ്, അവന്റെ അവതാരമാണ്, അത് ദൈവമാണ്. അപ്പൊ ഞാൻ രണ്ടാമത് പറയുന്ന ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു വചനം മാത്രം എടുക്കുന്നു. മത്തായി 12:30 യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചേർക്കുന്നു. ഇതിന്റെ ടോണും അർത്ഥവും ഇതിന്റെ പശ്ചാത്തലവും അറിയാത്തത് എന്റെ അജ്ഞതയല്ല.
യേശു ശബത്തിൽ സൗഖ്യമാക്കുന്നു. അതാണ് 12-ാം അധ്യായം. അതെങ്ങനെ ശബ്ദനാൾ ശുദ്ധീകരിക്കുമ്പോൾ സൗഖ്യമാക്കണ്ട എന്ന് പറഞ്ഞ ആ പഴയ നിയമം നിൽക്കെ, യഹോവയുടെ ന്യായപ്രമാണം യഹൂദന്മാരുടെ നിൽക്കെ, യഹൂദ ഗോത്രത്തിൽ പിറന്ന് സുന്നത്ത് ചെയ്ത അതേ ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തു എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ 12-ാം അധ്യായത്തിൽ തന്നെ ശബത്ത് നാളിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഛിദ്രിച്ച് നിൽക്കുന്ന ഭവനത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്നതിന്റെ അർത്ഥം ചിതറിച്ച് കൊടലുമാലയും മലദ്വാരവും അവന്റെ തലയും വെട്ടിക്കളയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്റെ തെറ്റല്ല. കാരണം ഛിദ്രിച്ച് നിൽക്കുന്ന രണ്ട് യഹൂദ ഗോത്രം, ഒന്ന് യഹൂദയും ഇസ്രായേലുമായിട്ടും നോക്കും ശമരിയ പട്ടണം, ഇവരാരും ദൈവമില്ലാതെ അലയുന്നു. യഹൂദ പിടിച്ചു വെച്ചേക്കുന്ന ഒരു മൂർത്തിയാണ്, ദൈവമല്ല താനും. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല. ഈ കൊടയം വടിയും ആനയും അമ്പാരിയുള്ള ഒരു പാലസിലല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പരിശുദ്ധാവിൽ സന്തോഷവും സമാധാനവും, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിന്റെ നിയമം മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കറുത്ത പുസ്തകം 10 വർഷമോ 15 വർഷമോ ആരോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് വായിച്ച് വിസർജിച്ചാൽ പറ്റത്തില്ല. ഇതിനു വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യും, ക്രിസ്തുവിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഹൃദയം തുറന്ന് സ്നേഹത്തിൽ ഇത് വായിക്കുകയും ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഖണ്ഡിച്ചത് ഈ വചനത്തിൽ 12:30. ഇനി പറയാനുള്ള നമ്മുടെ സംവാദം ഒരുപാട് വചനം പറഞ്ഞു. യെശയ്യാവിൽ അങ്ങനെ പറയുന്നു, ഉൽപ്പത്തി ഇങ്ങനെ പറയുന്നു. ശരിയാണ്, ആ പറയുന്നതെല്ലാം പഴയ നിയമത്തിൽ കൊല ചെയ്യരുത് എന്ന് പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, അതെ, എന്നാ പിന്നെ എന്തുമാത്രം കൊല ചെയ്തു? അപ്പൊ അതേത് ദൈവം? കൊല ചെയ്തത് ഏത് ദൈവം? വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് ദാവീദ് വ്യഭിചരിച്ചപ്പം നോക്കി മിണ്ടാ നിന്ന് അതേത് ദൈവം? അവനെ ഈ ബത്ശേബയെ കല്ലെറിഞ്ഞു കൊല്ലണമായിരുന്നു. അപ്പൊ 2 നിയമമോ? അപ്പൊ 2 നിയമമാണെങ്കിൽ അവിടെ വേറൊരു പ്രതിഷ്ഠ ഉണ്ടല്ലോ. സർപ്പം അയക്കുന്നു, കടിക്കുന്നു, പിന്നെ വേറൊരു സർപ്പത്തെ പൊക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പൊ 2 ദൈവം ഉണ്ടല്ലോ. ഉണ്ട്. ഒരു ദൈവത്തെ പോലൊരാളും ദൈവശബ്ദം എന്ന് പറയുന്ന ഒരാളും, അത് യഹോവയും ദൈവശബ്ദമായിട്ട് നിൽക്കുന്ന ആശയമായിരിക്കാം, അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ പിശാച് പറഞ്ഞ വാക്കിനെ എടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നോട് അതിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് കൊല ചെയ്തു? കള്ളം പറയുന്ന പഴയ നിയമത്തിലെ ദൈവമോ? അതേത് ദൈവം? അപ്പോ കൊല ചെയ്യരുത് എന്നെ കൊല ചെയ്തു. പിന്നെ പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കരുത് എന്നെ ശത്രുവിനെ കീച്ചു കളയില്ലേ? മാക്കായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, യുദ്ധം കൊണ്ട് മിദ്യാന സ്ത്രീ. അപ്പൊ നിങ്ങൾക്ക് 2 വാക്കുണ്ടോ സഹോദരി? മിദ്യാന സ്ത്രീയെ കൊണ്ടുവന്ന് കുന്തം കൊണ്ട് കുത്തി. നിങ്ങളുടെ ദൈവം പറഞ്ഞല്ലോ കൊല ചെയ്യരുത്, പിന്നെ എങ്ങനെ കൊല ചെയ്തു? അപ്പോ 2 വാക്ക് പറയുന്ന പഴയ നാം, പുതിയ നിയമത്തിൽ ഒരേ വാക്ക് സ്നേഹം. താങ്ക് യു. റിബട്ടൽ റൗണ്ട് ഓരോ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇത് 2-ാം റൗണ്ടാണ്. 2-ാം റൗണ്ടിനായിട്ട് റാണിജിയെ സ്വാഗതം ചെയ്യുന്നു. റാണിജി, താങ്കളുടെ മൈക്ക് ഓക്കെ ആണോ? റെഡിയാണോ റാണിജി? റെഡിയാണോ? ഒരു സെക്കൻഡ്. ടൈം സ്റ്റാർട്ട്. ഇപ്പൊ റെജിനക്ക് എന്താണ് ബൈബിൾ എന്ന് പോലും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് വാദം. അതായത് പഴയ നിയമ പുസ്തകത്തിലുള്ള അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ബൈബിൾ മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പിന്നെ എന്താണ് ബൈബിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതറിയില്ല ഇതറിയില്ല ചുമ്മാ അത് പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ വാക്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ നിയമം എന്താണ് വിഷയം എന്ന് പോലും അന്നമ്മ മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ റെജീന മറന്നുപോയിരിക്കുന്നു. എന്താണ് ബൈബിൾ നിയമം, അതായത് ബൈബിൾ പുതിയ നിയമം പഴയ നിയമം തന്നെയോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ താങ്കൾ പറയണോ എന്നെ ഖണ്ഡിക്കാൻ? ഇന്ന് നമ്മൾ എന്തിനാണ് ഈ എതിർവാദം 2 ചേരിയിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ തർക്ക വിഷയം കൊണ്ട് ഉന്നയിച്ച് നമ്മൾ നിൽക്കുന്നത്? അത് ഖണ്ഡിക്കുക എന്നുള്ളത് തന്നെയാണ്. താങ്കളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയാവതരണം ഞാൻ ആദ്യം അവതരിപ്പിച്ചത്. എന്നെ ഖണ്ഡിച്ചുകൊണ്ട് വേണമായിരുന്നു താങ്കൾ ആ വിഷയം അവതരിപ്പിക്കാൻ പോലും. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും പിന്നീട് നമ്മൾ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഖണ്ഡനമാണ് 3 സെഷനുകളായിട്ട് നടക്കുന്നത്. എന്തായാലും കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. താങ്കൾ പറഞ്ഞു പഴയ നിയമപുസ്തകത്തിൽ പിതാവ് എന്നുള്ള ആ ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. വിഷയാവതരണത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അശുദ്ധാത്മാവ്, ദുരാത്മാവ്, സത്യാത്മാവ്, പിന്നെ ജീവിക്കുന്ന ദൈവം, അതുപോലെ ഇടയൻ, പിന്നെ ആട്, മുന്തിരിച്ചെടി, വള്ളിച്ചെടി, പിന്നെ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് എന്താണോ ഈ ബൈബിൾ പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നത് ഒക്കെയും നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പിന്നെ എടുത്തോളൂ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പിതാവ് എന്നുള്ളതിന്റെ തർക്കത്തിലാണല്ലോ. ഓക്കെ, കർത്താവേ അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഇത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. യെശയ്യാ 64:7-8 വാക്യങ്ങൾ. നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. സങ്കീർത്തനങ്ങൾ 68-4-5 വാക്യങ്ങൾ.
അതുപോലെ എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും, അതായത് യഹോവ അങ്ങോട്ട് മക്കളോട് കെഞ്ചുന്ന ഒരു വാക്യം, അതായത് ഇസ്രായേൽ മക്കളോട്, സ്വന്തം മക്കളായിട്ടുള്ള, അതായത് യേശു മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് വളരെ വ്യക്തമാണ്. പഴയ നിയമപുസ്തകത്തിൽ പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ 4:22 വാക്യത്തിൽ ഫറവോയോട് ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പുത്രനെ, എന്റെ ആദിജാതനെ നീ വിട്ടയക്കുക എന്ന് പറയുന്ന യഹോവയാണ് താങ്കൾ പറയുന്നത് അത് പിതാവല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ അത്രത്തോളം സ്വന്തം ആൾക്കാരോട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പിന്നെ യഹോവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ യേശു എന്ന് പറയുന്ന വ്യക്തി. താങ്കൾ പറയാണ് എനിക്ക് യേശുവിനെ വളരെ ഇഷ്ടമാണ് എന്നുള്ളത്. ആദ്യമായി മുന്നോട്ട്, അതായത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുതിയ നിയമ പുസ്തകം എന്തിനാണ് ഗ്രീക്ക് ഭാഷയിലേക്കാണ് വീണ്ടും, അതായത് യഹൂദന്റെ നിയമങ്ങളൊക്കെയും ഗ്രീക്കുകാരിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ആദ്യത്തെ പടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഗ്രീക്ക് ഫിനീഷ്യയിലുള്ള അല്ലെങ്കിൽ സീറോ ഫിനീഷ്യൻ ലേഡിയായിട്ടുള്ള ഒരു ഗ്രീക്കുകാരിയായിട്ടുള്ള ഒരു അവരെ പൊതുവെ ജെന്റൈൽസിനൊക്കെ കാനാൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ സീറോ ഫിനീഷ്യൻ ലേഡി ഗ്രീക്കുകാരിയായിട്ടുള്ള എന്ന് വളരെ വ്യക്തമായിട്ട് മാർക്കിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ സ്ത്രീയെ പട്ടിയോട് ഉപമിച്ച നായ്ക്കൾ എന്നാണ് യേശു പറയുന്നത്. ഇതും പഴയ നിയമ പുസ്തകത്തിന്റെ ആശയം തന്നെയാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ല. അതായത് നിങ്ങൾ യേശുവിനെ അന്ധമായി അങ്ങ് സ്നേഹിക്കുന്നു, അത് എന്റെ കുഴപ്പമല്ല. പക്ഷെ പുസ്തകം അങ്ങനെയല്ല പറയുന്നത്. യേശു ഒരിക്കലും യഹോവ മക്കളും പട്ടികളും അല്ലെങ്കിൽ നായ്ക്കളും എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ഇതിനെയൊക്കെ കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ ബൈബിൾ വായിക്കാത്തതിന്റെ കുറച്ച് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇനി താങ്കൾ പറയുന്ന സാബത്ത്, പിന്നെ യേശു സാബത്ത് എന്തോ ഒരു പിന്നെ ലംഘിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് താങ്കൾ പറയുന്നത്. അതിന്റെ കാര്യം നമുക്ക് പറയാം. അതിൽ തന്നെ സാബത്തിന്റെ കാര്യത്തിൽ തന്നെ ഈ ഓക്കെ, ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. മത്തായിലുള്ള 12-ാമത്തെ അധ്യായം. അക്കാലത്ത് സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു, അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി എന്നുള്ളത്. അപ്പൊ ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്ക്, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അപ്പൊ യേശുവാണ് പറയുന്നത്, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഈ ദാവീദ് ഭക്ഷിച്ചത് എങ്ങനെ? നോക്കുക, അവിടെ തന്നെ സാബത്തിന്റെ ലംഘനം ദാവീദ് എന്ന് പറയുന്ന ഏറ്റവും യഹോവയുടെ ഏറ്റവും പ്രിയപുത്രനായിട്ടുള്ള ദാവീദ് അവിടെ ലംഘിച്ചിരിക്കുന്നു. യേശുവല്ല ഇത് അസാധുവാക്കിയിരിക്കുന്നത്. വീണ്ടും ഞാൻ അന്നമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അന്നമ്മ വിചാരിക്കരുത്. അതായത് നിയമത്തെയോ പ്രവാചകന്മാരെയോ, ഈ യഹോവ തന്നെ കൊടുത്തിരിക്കുന്ന നിയമം ദാവീദ് തന്നെ, അതായത് യഹോവയുടെ അഭിഷിക്തനായിട്ടുള്ള ക്രിസ്തുവായിട്ടുള്ള ദാവീദ് തന്നെ അവിടെ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ വിഡ്ഢി നിയമമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു അപ്പം പോലും ഭക്ഷിക്കാൻ സാധിക്കില്ല, ഒരു വെയിറ്റ് പോലും ഈ സാബത്ത് ദിവസത്തിൽ എടുക്കാൻ സാധിക്കില്ല, ഒരു വാള് പോലും പിന്നെ എടുക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് തന്നെയാണ് ഈ ബാക്കിയുള്ള ശത്രുക്കളൊക്കെ ഇവരെ ആക്രമിക്കാൻ വരുന്നത് പോലും. അപ്പോ പണ്ട് മുതലേ തന്നെ ഈ സാബത്തിന്റെ ലംഘനം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകനാൽ, ദാവീദ് ഒരു പ്രവാചകനാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് ദാവീദിന്റെ കാര്യം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഈ കാര്യം, അതായത് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നുള്ളതാണ് യേശു ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ യേശുവല്ല ആ നിയമം പിന്നെ അസാധുവാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് അവിടെ പുരോഹിതന്മാരും ഈ ദാവീദ് അടക്കമുള്ള ആൾക്കാരും അങ്ങനെ അസാധുവാക്കിയിട്ടുണ്ട് എന്നുള്ളത് യേശു വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാബത്തിന്റെ ലംഘനം അല്ലെങ്കിൽ സാബത്ത് നിരോധിച്ചു എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബൈബിൾ ധാരണ അല്ലെങ്കിൽ ആ വാക്യങ്ങൾ പിന്നെ നിങ്ങൾ വായിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നുള്ള ആ ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ പരിച്ഛേദനയുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പരിച്ഛേദന എന്താണ് ആ പരിച്ഛേദനയുടെ പിന്നെ കാര്യം എന്ന് നോക്കാം. യേശു പറയുന്ന ഒരു കാര്യം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 7-ാമത്തെ അധ്യായം 21-23 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയണത്. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്.
അതിനനുസരിച്ച് സാപത്തിൽ ഒരുവനെ നിങ്ങൾ പരിച്ഛേദന നടത്തുന്നു. എന്താണ് ഇത്? മോശയുടെ നിയമമല്ല എന്ന് വളരെ കൃത്യമായിട്ട് യേശു അവിടെ പറയാണ്. ആർക്കാണ് ആ നിയമം കിട്ടിയിരിക്കുന്നത്? അത് അബ്രഹാത്തിനാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുക, അപ്പൊ അത് മോശയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രമാണ്. മോശയുടെ നിയമം അല്ലാതെ, അതായത് പഴയ നിയമപുസ്തകത്തിൽ ഉടനീളം കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഉൽപ്പത്തി മുതൽ മലാഖി അല്ലെങ്കിൽ യോഹന്നാൻ വരെ നമുക്ക് ഈ പ്രവചന പിന്നെ അതായത് പുതിയ പുതിയ കൽപ്പനകളുടെയും അതുപോലെ തന്നെ കൽപ്പനകളിലുള്ള അല്ലറ ചില്ലറ മാറ്റങ്ങളിലൂടെയും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ യോഹന്നാൻ വരെ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ട് യേശു ഇവിടെ പറയുന്നു. പരിച്ഛേദന എന്നുള്ളത് ഈ മോശയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയമമല്ല, അത് അബ്രഹാത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അബ്രഹാത്തിനാണ് അത് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത് നോഹയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ നിയമമാണ് നിങ്ങൾ ഇപ്പോൾ ആചരിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് നോഹയ്ക്ക് 9-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് എല്ലാം കൂടി എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഉൽപ്പത്തിയിലുള്ള 9-ാമത്തെ അധ്യായമാണെന്നാണ് ഞാൻ നോഹയുടെ ആ ഒരു കാര്യം പറയുന്നത്. എങ്കിൽ പോലും ആ നോഹയുടെ നിങ്ങൾ അവിടെ നോക്കുക, നോഹയുടെ അധ്യായത്തിൽ ഈ പിന്നെ ആദ്യമായിട്ട് എല്ലാം മുക്കിക്കളഞ്ഞ് ഈ സർവ്വ ചരാചരങ്ങളെയും മുക്കിക്കൊന്നുകൊണ്ട് നോഹയുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്ന കൽപ്പനകൾ നോഹയ്ക്കും കൊടുക്കുന്നുണ്ട്. അതായത് രക്തത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ രക്തത്തിൽ നിന്ന് അകന്നിരിക്കുക, അതുപോലെ തന്നെ പിന്നെ സകല ചരാചരങ്ങളെയും അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അങ്ങനെയുള്ള നിയമങ്ങൾ പിന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് യേശു പറയുന്നത്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നുള്ള ഒരു കാര്യം പോലും. പിന്നെയോ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ യേശു പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കാം. എന്താണ് ആ വാക്യം എന്നറിയോ? നിങ്ങൾ കേട്ടോളുക. അതായത് അവൻ തുടർന്നു, യേശു പറയാണ്, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ എന്നാണ് പറയുന്നത്. അതായത് യേശു പറയാണ്, പഴയതും പുതിയതുമായിട്ടുള്ള നിയമജ്ഞന് തുല്യനാണ് ഓരോ വീട്ടുടമസ്ഥനും എന്ന് മത്തായി 13:52 വാക്യം. അപ്പോ വളരെ കൃത്യമായിട്ട് യേശു തന്റെ നിയമത്തിൽ നിന്നും പഴയതും പുതിയതുമായിട്ടുള്ള വാക്യങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. എന്റെ വാദം വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ്. യേശു നിയമത്തെയോ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ യോഹന്നാൻ വരെയുള്ള ഒരാളുടെയും പിന്നെ നിയമത്തെ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ അങ്ങനെയല്ല. എല്ലാം റെസ്പെക്ടുമായിട്ടാണ് ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇനി ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് അത് യേശു അല്ല ഒരിക്കലും കൊണ്ടുവന്നിരിക്കുന്നത്, അത് യോഹന്നാനാണ് എന്നുള്ളത് അന്നമ്മ വായിച്ചു കാണില്ല എന്ന് തോന്നുന്നു. യോഹന്നാനിൽ നിന്നാണ് യേശു തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. യോഹന്നാൻ ഒരു പ്രവാചകനാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യും. താങ്ക് യു. വീണ്ടും ഞാൻ പിന്നീട് സംസാരിക്കാം. 30 seconds ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, 30 സെക്കൻഡ് എടുക്കണോ? അത് വാണിംഗ് ഫസ്റ്റ് വലിയത് വാണിംഗ് ആയിരിക്കും. ജ്ഞാനസ്നാനം എന്നുള്ളത് യോഹന്നാനാണ് ആ നിയമം കൊണ്ട് വന്നിരിക്കുന്നത്. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വാക്യം കൂടെ പറയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് മത്തായിയുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതേ വാക്യം തന്നെ ലൂക്ക് 16:16 ഏത് വരെയാണ് പ്രവാചകന്മാര് എന്നുള്ളതും പറയുന്നു. യോഹന്നാൻ വരെയാണ് പ്രവാചകന്മാർ, യോഹന്നാൻ വരെ ആയിരുന്നു എന്നും യേശു പറയുന്നുണ്ട്. അപ്പം യോഹന്നാനിൽ നിന്നാണ് ഈ ജ്ഞാനസ്നാനം യേശു പോലും ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് യേശു കൊണ്ടുവന്ന ഒരു പുതിയ നിയമമേ അല്ല. ഓക്കെ, നമ്മൾ റിബട്ടൽ സെക്കൻഡ് റൗണ്ട് റാണിയുടെ അവസാനിച്ചു. 2-ാം റൗണ്ട് റിബട്ടലിനായിട്ട് അന്നമ്മയെ ക്ഷണിക്കും. താങ്ക് യു അജൽ. അപ്പം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത്, എന്റെ എതിർ സംവാദം പറഞ്ഞത് ബൈബിൾ മനസ്സിലാക്കണം എന്നാണ്. ആക്ച്വലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നിന്ന് ലേവ്യ പുസ്തകത്തിലോട്ട് ചാടുന്നു, ലേവ്യ പുസ്തകത്തിൽ നിന്ന് വെളിപ്പാടിലോട്ട് ചാടുന്നു, വെളിപ്പാട് പിന്നെ കർത്താവിന്റെ കാലഘട്ടത്തിൽ വരുന്നു, പിന്നെ ആലയം പണിയുന്നതിന് മുമ്പുള്ള ശലോമോന്റെ കാലഘട്ടത്തിലോട്ട് ഓടുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ പ്രവചനത്തിലോട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിലോട്ട് ചാടുന്നു. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൽ ഇത് സംസാരിക്കാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംവാദത്തിന് ഞാൻ മുതിർന്നത് നിങ്ങളുടെ ഇതേ ടോപ്പിക്കിലുള്ള സംവാദം ഞാൻ കേട്ടിരുന്നു പണ്ട്. പക്ഷെ അതിൽ തന്നെ അതേ ഒരു ആവർത്തന വിരസതയാണ് ഞാൻ ഇതിലും കാണുന്നത്. അപ്പോൾ ലേണിംഗ് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യണം, കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാൻ ഒന്നുകൂടെ ഇത് വിവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്കൾ പറഞ്ഞു പുതിയ നിയമം പഴയ നിയമത്തിൽ ആശയങ്ങൾ തന്നെയാണ് തീവ്രമായിട്ട് പഠിപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ പറഞ്ഞത് തീവ്രമായിട്ട് പഠിപ്പിച്ചു, നമ്മൾ രണ്ടും ഒന്നാണ്. പക്ഷെ പറയുന്ന ആശയം കൊല ചെയ്തത് തീവ്രമായിട്ട് പഠിപ്പിച്ചു, 4 കൊല ചെയ്യാനെന്നല്ല.
വ്യഭിചാരം ചെയ്യരുത്, എന്നാൽ തീവ്രമായിട്ട് പഠിപ്പിച്ചു 4 വ്യഭിചാരം ചെയ്യുമെന്ന് പറയുന്നു. ശത്രുക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അവിടെ ശത്രുക്കളെ കൊന്നു കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു, എനിക്ക് അനുകൂലമല്ലാത്തവനെ കൊന്നുകളയുന്നു, യേശു ക്രിസ്തു ഒരു 500 കീച്ചു കളയുന്നു എന്നിവിടെ പറയണം. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ എതിർ സംവാദകർക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരു ചാഞ്ചാട്ടം എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിൽ നിൽക്കാതെ, ഏത് കാലഘട്ടത്തിൽ പറഞ്ഞ വചനങ്ങൾ ശ്രവിക്കാതെ, അതിന്റെ ഓഡിയൻസ് അറിയാതെ, എനിക്ക് തോന്നുന്നു ബൈബിൾ മാറ്റി വെക്കട്ടെ, ഒരു ചരിത്രം പോലും, ചരിത്രത്തിലെ അജ്ഞത പോലുമാണ് ഈ ഈ അക്ഷര വിസർജനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഐ എം സോ സോറി ടു സേ ദാറ്റ്. ബിക്കോസ് ഒരു കൃഷ്ണനോ ഒരു ശിവനോ പോലെയല്ല. ക്രിസ്തു എന്ന് പറഞ്ഞത് ക്രിസ്തു വർഷം മുൻപെന്നും ക്രിസ്തു വർഷം പിൻപെന്നും ഒരു ചരിത്ര പുരുഷനാണ്. കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ച് ഒരിക്കലും ഒഴിച്ചുവിടാനാകാത്ത ഈ വ്യക്തിത്വത്തെ പഠിക്കാൻ ഈ ബൈബിൾ എടുക്കുമ്പം യഹൂദ നിയമവും യഹൂദ കാലഘട്ടവും ഈ ആദിമവും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ താങ്കൾ അടുത്ത് പറഞ്ഞു കൊല്ലാൻ യേശു പഠിപ്പിച്ചു. അതെങ്ങനെ ശരിയാകും? കൊല്ലപ്പെട്ട യേശു, ഉയർത്തെഴുന്നേറ്റ യേശു, സമാധാനം എന്ന് പറയുന്ന യേശു നിങ്ങൾ എങ്ങനെ തീവ്രമായിട്ട് പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റും? ശബത്തിനെ ലംഘിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ പറഞ്ഞു ശബത്തിനെ ഒന്നും ലംഘിച്ചിട്ടില്ലെന്ന്. അപ്പൊ 2 കോൺട്രഡിക്ഷൻ പറയുന്നു. ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ. നിങ്ങൾ പറയുന്നതിന് വ്യക്തമായിട്ട് പറയൂ. ഈ പിതാവില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ യേശു ക്രിസ്തു പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിനെ പറ്റിയാണ്. താങ്കൾ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് വായിക്കാം. ഇനിയിപ്പോ വചനം വായിച്ചില്ല എന്ന് വേണ്ടല്ലോ. താങ്കൾ വായിച്ചതിനേക്കാളും 7 ഇരട്ടി ഞാൻ വായിച്ചിട്ടുണ്ട് റാണി. പക്ഷെ അത് പ്രൂവ് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല. യെശയ്യാ 64:8 എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങൾക്ക് മനയുന്നവനുമാകുന്നു. ഈ പറയുന്ന എങ്കിലോ യഹോവയുടെ പ്രവാചകന്മാരായിരുന്ന യെശയ്യാവ്, യിരെമ്യാവ്, ആ കാലഘട്ടത്തിൽ മോശ അല്ലെങ്കിൽ ആ ഇസ്രായേലിന്റെ ദൈവസങ്കല്പമായ അവർ തെരഞ്ഞെടുത്ത യഹോവയോട് പറയുവാണ്, നീ ഞങ്ങളുടെ പിതാവ്. നീ എന്ന് പറയുന്ന യഹോവയോട്. ഞങ്ങൾ എന്ന് പറഞ്ഞ ഞാനല്ല. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നേ? ഞങ്ങളല്ല. ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്. അവര് മെനയുന്നവനൊക്കെ അവര് തെറ്റിപ്പോകുന്നു, തിരിച്ചു വരുന്നു, തെറ്റിപ്പോകുന്നു, തിരിച്ചു വരുന്നു. അവര് യഹോവയ്ക്ക് പോലും എന്താകുന്നില്ല, വിശ്വസ്തരാകുന്നില്ല. അവരെ കൊണ്ട് പറ്റത്തില്ല. ആർക്ക് പറ്റും? 613 അവര് വിട്ടുപോകുന്നു, അവരെ ഉപദ്രവിക്കപ്പെടുന്നു. കൊല്ലരെന്ന് പറഞ്ഞ ദൈവം അവരെ കൊല്ലുന്നു. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദൈവം. അപ്പൊ ആ ദൈവത്തെ യേശു ക്രിസ്തു ആണെന്ന് പറയുമ്പോഴത്തേക്ക് മാത്രമേ കോൺട്രഡിക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഈ പഠിപ്പിച്ച പാഠങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ട് യേശു ക്രിസ്തു ട്രോളുന്നതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ട്രോളുന്നതാണ്. കാര്യം നമ്മളൊരു ആശയത്തെ പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഈ വചനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൽ ഇനി പിതാവെന്ന് എതിർ സംവാദം പറയുന്ന വേറൊരു വചനമുണ്ട്. പുറപ്പാട് നിങ്ങൾക്കറിയാം 4 പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ആദ്യജാതൻ യഹോവ. അത് ആവർത്തനം 32:8. ഇപ്പൊ എല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല. അതിൽ പറയുന്നുണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ, അല്ലെങ്കിൽ അത് അവർ ഭാഗം ചെയ്യുമ്പം യാക്കോബിന്റെ ഈ ആൾക്കാരെ കിട്ടിയത് യഹോവ എന്ന് പറയുന്ന മൂർത്തിക്കാണ്. അത്യുന്നതനായ ദൈവം വിഘടിപ്പിച്ചപ്പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു വചനം എഴുതിയെടുത്തിട്ട് റാണി പോയി വായിക്കുക. കുറച്ചും കൂടെ ഇതുമായിട്ടൊരു സുബോധം ഉണ്ടാവും. ആവർത്തന പുസ്തകം 32:8. അതേപോലെ തന്നെ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ബാക്കി അസസേർ എന്ന് പറഞ്ഞ വേറെ പ്രതിഷ്ഠകളെ കാണാം, അശേര എന്ന് പറഞ്ഞ വേറെ പ്രതിഷ്ഠകളെ കാണാം. അപ്പൊ യഹോവ പറഞ്ഞ കാര്യത്തെ ആ കാലഘട്ടത്തിലുള്ള യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആ സങ്കല്പങ്ങളിൽ അവര് പിതാവേ എന്ന് വിളിക്കുമ്പം അതിനെ ഒരിക്കലും യേശുക്രിസ്തു പിതാവായിട്ട് ആക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നായ്ക്കൾ എന്ന് വിളിച്ചു, മക്കൾ എന്ന് വിളിച്ചു? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ആ വചനമായിട്ട് ഒരു ബന്ധവും ഇല്ല. വെരി സോ സോറി. എനിക്ക് സങ്കടം തോന്നുന്നു. നായ്ക്കൾ എന്ന് പറഞ്ഞത് തൊട്ടടുത്ത ആ ഉപമ പറയുമ്പം നീ എന്തുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം യഹൂദ ഗോത്രത്തിൽ ജനിക്കുമ്പം ഈ ശിഷ്യന്മാർ യഹൂദരായിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ രാജ്യം റിസ്റ്റോർ ചെയ്യപ്പെടും. കാര്യം ഓൾറെഡി അവർ അടിമ നോകത്ത് പോയി. ബാബിലോൺ അവരെ അടിമ കൊണ്ടുപോയി. അവരുടെ ആദ്യം തന്നെ അടിച്ചു പൊളിച്ചു, രണ്ടാമത് പിന്നെ പണിതു. അവർ തന്നെ അടിമകളായിട്ട് ഈ വാഗ്ദത്തം കിട്ടിയ ജനം എന്ന് പറയുകയും വെറും അടിമയായിട്ടും തെരുവ് പട്ടികൾ ജീവിക്കുന്ന അവസ്ഥയിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പോ പത്രോസ് ആദ്യം പറഞ്ഞു, ഇത് യേശുക്രിസ്തു ദൈവപുത്രൻ യേശുക്രിസ്തു തന്നെ എന്ന് പത്രോസ് പറയുന്നുണ്ട്. യഹൂദനായിരിക്കെ പത്രോസ് പറയുന്നുണ്ട്. ഈ വചനമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി സമ്പാദിക്കാൻ. അപ്പൊ പത്രോസ് ആ കാലഘട്ടത്തിൽ പറയുകയും ആ സമയം തന്നെ പത്രോസ് കണ്ണുകൊണ്ട് കാണുമ്പം യഹോവ വേണ്ടാത്ത, ന്യായപ്രമാണം വേണ്ടാത്ത, വിഘടിച്ചു പോയ അന്യജാതിക്കാരായ ഈ ഗ്രീക്കുകാരെന്നോ യവനനെന്നോ ശമരിക്കാരെന്നോ അവർ വന്നും യേശുവിന്റെ പിന്നാലെ ഈ സൗഖ്യത്തിന് വേണ്ടി നിൽക്കുമ്പം കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ഉപമയാണ്. അപ്പൊ ഉപമ ഏതാണ്, ഉദാഹരണം ഏതാണ് എന്ന് ബൈബിളിന്റെ ഒരു വചനം അറിയാതെ ഇതിനെ അക്ഷര വിസർജനം ചെയ്യുന്ന വിമർശകരോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് വചനം വായിക്കുക, കാലഘട്ടം വായിക്കുക. യേശുക്രിസ്തു അധ്യാപകൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ദൈവപുത്രൻ ചെയ്ത സൗഖ്യം നിങ്ങൾ പറഞ്ഞു. നായ്ക്കളെന്ന് ഉപമിച്ചു. അവിടെ യേശുക്രിസ്തു കൊടുത്ത സൗഖ്യത്തിൽ പറയാത്ത എന്തേ?
യേശു ക്രിസ്തു കൊടുത്ത സൗഖ്യത്തെ പറയാതെ നായ്ക്കൾ ഉപമിച്ചു, അതുകൊണ്ട് മത തീവ്രവാദം. ആ ഉദാഹരണം മനസ്സിലാകാത്ത മനോവൈകല്യം എന്റെ പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് അത് പറയുമ്പോൾ അവര് പറയുന്നുണ്ട്, നിങ്ങൾ നായ്ക്കുട്ടി കിട്ടുന്ന അപ്പവും ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ആ സൗഖ്യം കിട്ടിയിട്ടാ പോയത്. നിന്നിൽ കാണുന്ന വിശ്വാസം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ദൈവപുത്രൻ നമുക്ക് കാണാം. എല്ലാവരോടും സഹതാപവും, എല്ലാവർക്കും സൗഖ്യവും, എല്ലാവർക്കും രക്ഷയും എന്ന് പറയുന്ന യേശു ക്രിസ്തു നമുക്ക് അവിടെ കാണാം. രണ്ടാമത്, ശിഷ്യന്മാർ ചെയ്തത് ദാവീദ് ചെയ്തില്ല എന്ന് താങ്കൾ ചോദിച്ചു. താങ്കൾ ഓൾറെഡി വചനം പറഞ്ഞു, എനിക്ക് സമയം കളയാൻ പറ്റത്തില്ല. കൈ കഴുകാതെ കഴിച്ചു എന്ന് പറയുന്ന നിയമം, അത് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ യഹോവ കൊടുത്ത നിയമമായി നിൽക്കെ കർത്താവ് അവരോട് പറയുന്നു, മഹാപൗരോഹിതന്മാരോട്, PhD എടുത്തവന്മാരോട്, തലപ്പാവുള്ളവരോട് പറയുന്ന ഇമാമുകളോടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദും അങ്ങനെ ചെയ്തില്ലേ? അതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഖണ്ഡിക്കുന്ന പോലെ തന്നെ അവരും ഖണ്ഡിച്ചു, ഞാൻ ഖണ്ഡിക്കുന്ന പോലെ ഖണ്ഡിച്ചു. നിങ്ങൾ എന്നെ പറഞ്ഞു എന്തോ ഇതൊരു മോശം നിയമമാണ്. അത് റാണി പറയുന്നതിനെ കർത്താവ് പറഞ്ഞു, സഹോദരി നിങ്ങൾ പറയുന്നത് മുമ്പേ കർത്താവ് അവിടെ പറഞ്ഞു, നിങ്ങളുടെ എന്തോ കോഞ്ഞാട്ട നിയമമോ, നിനക്കൊരു നിയമം നിനക്കൊരു നിയമമോ? അത് ചോദ്യം ചെയ്ത കർത്താവ് എങ്ങനെ തീവ്രമായിട്ട് ഇത് പഠിപ്പിക്കും? പഠന ശൈലി മനസ്സിലാക്കാത്ത നിങ്ങളുടെ അച്ഛൻ എന്റെ പ്രശ്നമല്ല. കർത്താവ് പഠിപ്പിക്കുന്ന ഈ ഉപമകളിലൂടെയാണ്. ഈ ന്യായപ്രമാണം തെറ്റാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പകരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ തന്നെ വചനം പറഞ്ഞു, പ്രവാചകന്മാരും ന്യായപ്രമാണം യോഹന്നാൻ വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് മാനസാന്തര സ്നാനം വന്നു. അപ്പൊ എങ്ങനെ മാനസാന്തര സ്നാനം വന്നു? പുതിയ നിയമമായില്ലേ? അപ്പൊ പുതിയ നിയമത്തിലെ മാനസാന്തര സ്നാനം യോഹന്നാൻ കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് യോഹന്നാൻ അംഗീകരിക്കണം? കാര്യം യോഹന്നാൻ ഈ സഖറിയ പ്രവാചകന്റെ മകനായിരിക്കെ തന്നെ ഇവൻ പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവപുരുഷനായിട്ട് ആ കാലത്ത് ആളുകൾ യഹൂദർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മാനസാന്തര സ്നാനം കഴിക്കുകയും യേശുക്രിസ്തു യോഹന്നാന്റെ കീഴിൽ തന്നെ ഈ ദൈവകുഞ്ഞാടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടും വരുവാനുള്ള നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും അദ്ദേഹത്തെ തന്നെ സ്നാനപ്പെടുത്തുകയും കാണാൻ പറ്റുന്നത്. താങ്കൾ പറയുന്ന വചനം ശരിയാണ്, പക്ഷെ ഇതിനെ വിവേചിക്കാനുള്ള വ്യാഖ്യാനത്തിന്റെ ഒരു കൃപാവരമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ ഇല്ലാതെ പോയത് എന്റെ പ്രശ്നമല്ല. കാര്യം ഇത് വിവർത്തിക്കാൻ അല്ലെങ്കിൽ ഇത് പഠിക്കാനല്ല, ഇത് വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിച്ചത് കൊണ്ട് നായ്ക്കളും അപ്പിയിട്ടതും പട്ടിക്കാട്ടവും ചാണകവും മാത്രമേ നിങ്ങളുടെ കണ്ട് കാണുന്നുള്ളൂ. കാലഘട്ടം പഠിക്കൂ. അപ്പൊ മോശയുടെ കാര്യം അത് ഞാൻ ഖണ്ഡിച്ചു. ഇനി സ്നാനം നിങ്ങൾ പറഞ്ഞു, ജ്ഞാനസ്നാനം മാനസാന്തര സ്നാനം ആണ്, അതെന്തുകൊണ്ട് വന്നു? അത് യേശു ക്രിസ്തു സ്വീകരിച്ചു. അപ്പൊ ഒരു ശുശ്രൂഷ തുടങ്ങി കഴിയുന്ന 3.5 വർഷക്കാലം പ്രസംഗിച്ച് സുവിശേഷ പണി താങ്കൾ പറയുന്നത് എന്താണ് പ്രസംഗിച്ചത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ മുസ്ലിങ്ങൾ പറയുന്നതോ മറ്റൊരു പറയുന്നതോ മതത്തിൽ ചേർക്കുന്നതല്ല, ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. എന്താണ് ദൈവരാജ്യം? താങ്കൾക്ക് അത് പറയാൻ പറ്റുമോ? എന്താണ് ദൈവരാജ്യം? ഐഹികമല്ലാത്ത ദൈവരാജ്യം. ന്യായപ്രമാണത്തിൽ ദേവാലയമുണ്ട്, ചട്ടങ്ങളുണ്ട്, രക്തബലികളുണ്ട്, ഒരുപാടുണ്ട്, യഹോവയുടെ ആരാധനയുണ്ട്. ഇത് കർത്താവ് ഉലുവരായി പോയി പ്രാർത്ഥിച്ചു, സ്വർഗസ്നായ പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം പൂജിതമാകണമേ. ഇത് തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ ഓരോ ക്രിസ്ത്യാനിയും പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു, മിശിഹായിൽ വിശ്വസിക്കുന്നു, കന്യ ഗർഭിണിയായി, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ ഈ പഠിപ്പിച്ച പ്രാർത്ഥനയും നിങ്ങൾ പറയുന്ന ക്ഷേമ പ്രയറും രണ്ടും രണ്ടാണ്. നിങ്ങളിത് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. താങ്ക് യു. 45 seconds ഉണ്ട് കേട്ടോ അന്നാമ്മ, ഓക്കെ, പ്ലീസ്. 45 സെക്കൻഡ്സ് മാക്സിമം പോകാം. മത്തായി 10:16 പീഡനങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണത്. മത്തായി 10 ഇവര് ഉദ്ധരിച്ചത് വെറും വിഡിത്തമാണ്. പീഡനങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. കാര്യം യഹൂദ ന്യായപ്രമാണം നിൽക്കെ നിങ്ങൾ തന്നെ ഒരാളെ ന്യായപ്രമാണത്തിന് ഒഴുക്കിനെതിരെ നീങ്ങാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ശാക്തീകരണത്തിന്റെയാണ്. എന്നോട് ഇത് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത് സഹിച്ചു നിൽക്കണം. അതൊരിക്കലും സുവിശേഷ പണിയാകുന്നില്ല സഹോദരി. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്തിനെ വരുത്തുവാൻ വന്നത്. ഇത് ആരുടെ സമാധാനം? യഹൂദൻ വിചാരിക്കുന്ന സമാധാനം. അവന് മാത്രം യഹൂദ അല്ല. ദൈവം പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സമാധാനത്തിനല്ല, വാളത്രേ. ആ വാളാണ് ഇപ്പൊ ഈ ഞാനടക്കം പറയുന്നത്. കാര്യം എല്ലാവർക്കും രക്ഷ. അത്യുന്നതനായ എല്ലാവർക്കും സമാധാനം. അത് യഹൂദനെ സംബന്ധിച്ച് അത് അവന്റെ സമാധാനം പോകുന്നതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. റിബട്ടൽ 2 റൗണ്ട് ഇരുപക്ഷവും അവസാനിച്ചു. അടുത്ത ലാസ്റ്റ് റൗണ്ട് റിബട്ടലിനായിട്ട് റാണി ക്ഷണിക്കുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് റൗണ്ട് റിബട്ടൽ 10 മിനിറ്റ്. റാണി. ഓക്കെ, എന്തായാലും റെജീന അല്ലെങ്കിൽ അന്നമ്മ എന്താ പറയണതെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തായാലും വിഷയം ഇതുവരെയും തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എതിർസംവാദക ഇതുവരെ എതിർസംവാദക എന്ന് ഞാൻ പറയണില്ല, ഓക്കെ, സഹസംവാദക ഇതുവരെ സംവാദ വിഷയത്തിൽ നിന്ന് ഓടിച്ചോടി തക്കിയ പറയുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തക്കിയ എന്ന് പറയുമ്പോൾ അതും ബൈബിളിന് അനുകൂലമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് 1 കൊറിന്തോസ് 20-20
ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എല്ലാവരിൽ നിന്നും, പോളാണ് പറയുന്നത് കേട്ടോ, ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമേയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവ നിയമം ഇല്ലാത്തവനായിരുന്നില്ല. നോക്കുക, പോള് തന്നെയാണ് പറയുന്നത്, ദൈവ നിയമം ഇല്ലാത്തവനായിരുന്നില്ല. പ്രത്യുത ക്രിസ്തുവിന്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. അന്നമ്മയും ഇത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സുവിശേഷത്തിന് വേണ്ടി എല്ലാവരെയും പോലെയാകുക. അതായത് ഒരു സ്ഥലത്ത് യഹോവയെ എടുക്കുന്നു, മറ്റൊരു സ്ഥലത്ത് യഹോവയെ തള്ളി പറയുന്നു, യേശുവിനെ എടുക്കുന്നു, യേശുവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അതായത് എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവരെ പോലെയും ആകുക എന്നുള്ളൊരു തക്കിയ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ താങ്കൾ വായിച്ചു നോക്കുക, ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു വാക്യം താങ്കൾ സത്യവേദ പുസ്തകമാണോ അല്ല POC ബൈബിളാണോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ വായിച്ചു നോക്കുക, വെളിപാട് പുസ്തകത്തിൽ ഹല്ലേലൂയ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് വെളിപാട് എന്ന് പറയുന്നത് ഭൂമിയുടെ അധികാരം മൊത്തവും അതായത് ഇസ്രായേൽക്കാരുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു, അവരുടെ ദൈവത്തിന്റെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പോ യാഹ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന് പറയുന്ന പിന്നെ ഈ ദൈവം അവിടെ പ്രേസ് എ യാഹ് എന്നുള്ളതാണ് ഹീബ്രു വാക്കാണത്. അതായത് ഗ്രീക്ക് പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു ഹീബ്രു വാക്കാണ് ഹല്ലേലൂയ എന്നുള്ളത്. പ്രേസ് എ യാഹ് എന്നുള്ളതാണ്. പ്രേസ് എ യാഹ് എന്നുള്ളതാണ് അതിന്റെ പിന്നെ എന്താ പറയുക, നമ്മുടെ പറയുന്നത്. അതായത് പ്രേസ് എ യാഹ് എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ താങ്കൾ പറയുന്നത് ദൈവരാജ്യം എന്താണ് എന്ന് എനിക്കറിയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കാം, ദൈവരാജ്യം എന്നുള്ളത് എന്താണെന്ന് താങ്കൾക്ക് അറിയോ? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് എന്താണ്, ഇസ്രായേലാണ് ആ ദൈവരാജ്യം എന്നുള്ളതാണ്. അതുപോലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്ന് വേണം എങ്കിൽ ആ കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി താങ്കൾ പറയാണ് പഴയ നിയമ പുസ്തകത്തിൽ ബലിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ഒക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുവിന്റെ അപ്പനായിട്ടുള്ള ദൈവം ഒരു മാറ്റവും ഇല്ലാതെ എന്താണ്, സൗരഭ്യവാസനയായിട്ടുള്ള യാഗമായിട്ടാണ്, ബലിയായിട്ടാണ് ഇദ്ദേഹത്തെ ബാക്കിയുള്ള ലോകത്തിലുള്ള പാപ പരിഹാര ബലി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇല്ലേ? പാപപരിഹാര ബലിയായിട്ടാണ് എടുക്കുന്നത്. അതായത് മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ തീക്ഷ്ണമാക്കിയിട്ടാണ് പുതിയ നിയമത്തിൽ അത് മുന്നോട്ട് വെക്കുന്നത്. നോക്കുക, പഴയ നിയമ പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് കാള, മുട്ടാട്, ചെങ്ങാലി ഇതിനെ പിടിച്ചു വലിക്കുക, കീറുക, കുത്തുക എന്നുള്ളതാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനെയാണ് സുഗന്ധ പൂരിതമായിട്ടുള്ള സൗരഭ്യവാസനായിട്ടുള്ള ബലിയായി എന്നുള്ളതാണ് പറയുന്നത്. ആ ബലിയിലാണ് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും പറയുന്നു. അതായത് നിങ്ങളുടെയൊക്കെ പാപം, എന്റെ അല്ല കേട്ടോ, നിങ്ങളുടെയൊക്കെ ഈ മുഴുത്ത പാപങ്ങൾ അയാളുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ അങ്ങ് കൊന്നു കളഞ്ഞു. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊന്നുകളയുക എന്നുള്ളത്? ഏത് നിയമത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇനിയിപ്പോ താങ്കൾ പറയുന്നു ഗ്രീക്കുകാരിയെ പട്ടി എന്ന് വിളിച്ചപ്പോൾ ഞാനത് കുട്ടി എന്നാണ് കേട്ടത് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പട്ടി എന്ന് വിളിച്ചാൽ പട്ടി എന്ന് തന്നെയാണ്. അതായത് കുട്ടിയും മക്കളും പട്ടികളും എന്ന്, അല്ലെങ്കിൽ നായ്ക്കളും എന്ന് അവിടെ വളരെ കൃത്യമായി പറയുന്നു. മക്കൾ ഭക്ഷിക്കുമ്പോൾ ഞാൻ താഴെ നിന്ന് അത് എന്താ പറയുക, വീഴുന്ന ശകലങ്ങൾ ഭക്ഷിച്ച് ഞാൻ തൃപ്തരാകുന്നില്ലേ എന്ന് പറയുമ്പോഴാണ് എന്നാ പിന്നെ നോക്കിയ കുഴപ്പമൊന്നുമില്ല, ഈ രീതിയിൽ നിങ്ങളത് എടുത്താൽ മതിയാകും എന്ന് യേശു പറയുന്നത്. അപ്പൊ നിന്റെ വിശ്വാസം അത്ര കണ്ടു, ഓക്കെ, നമ്മളെ ശ്രേഷ്ഠന്മാരും നിങ്ങൾ നായ്ക്കളുമായി ഇതിലേക്ക് കടന്നു വരിക. നോക്കുക, ഗ്രീക്കുകാരിയാണെന്ന് നോക്കുക, ആദ്യമായി ഗ്രീക്കുകാരിലേക്കാണ് ഈ സുവിശേഷം പോകുന്നത് പോലും. അപ്പോ ഇത് തന്നെയാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ താങ്കൾ പറഞ്ഞു സൗഖ്യം, യേശു സൗഖ്യമാക്കുന്നു. ഞാൻ ഇപ്പോഴും ടിന്റുമോളെ പോലുള്ള ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. 2 ചെവിയും കേൾക്കാത്ത ടിന്റുമോളെ നിങ്ങൾ കേട്ടിട്ട് കാണും. അതായത് 2 ചെവിയും കേൾക്കുന്നുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഏത് ചെവിയാണ് കേൾക്കാത്തത്? ടിന്റുമോൾ പറയാണ് 2 ചെവിയും കേൾക്കുന്നില്ല എന്ന് വീണ്ടും പറയാണ്. അങ്ങനെയുള്ള സൗഖ്യമാക്കലുകളും, പിന്നെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ റോബോട്ടിനെ പോലെ അങ്ങ് എഴുന്നേറ്റ് നടക്കുന്നതും, അത് യേശുവിനേക്കാൾ അടിപൊളിയായി നടക്കുന്നതും, എല്ല് 100 കഷ്ണമായി നുറങ്ങി നിലത്ത് വീണ് കിടക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് ഓടുന്നതും പോലും നമ്മൾ കാണുന്നു. അപ്പൊ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പിന്നെ എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത് സൗഖ്യമാക്കിയില്ലേ. ഈ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണോ, കണ്ണിൽ തുപ്പിയാണോ സൗഖ്യമാക്കുന്നത്?
യേശു എന്തെങ്കിലും മരുന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു. യേശു എന്താ ചെയ്തിരിക്കുന്നത്? കണ്ണിൽ തുപ്പുന്നു, നിലത്ത് തുപ്പി, മണ്ണ് കുഴക്കുന്നു, കണ്ണിൽ പരട്ടുന്നു. ഇതാണോ നിങ്ങളുടെ സൗഖ്യം? യേശുവിന്റെ സൗഖ്യം? ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ പറയാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ യഹോവയല്ല യേശു, അല്ലെങ്കിൽ ഈ പുതിയ നിയമ പുസ്തകത്തിലുള്ള ഒരു കാര്യവും ഇല്ല. പുതിയ നിയമ പുസ്തകത്തിലുള്ള ഒരു വാക്യം പോലും യേശു ഇവിടെ പിന്നെ മുന്നോട്ട് വെച്ചതായിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെതായിട്ടുള്ള ഒരു നിയമം പോലും മുന്നോട്ട് വെച്ചതായിട്ട് പിന്നെ അത് പഴയ നിയമ പുസ്തകത്തിൽ ഇല്ലാത്ത, പുതിയ നിയമ യേശുവിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാവന താങ്കൾ മുന്നോട്ട് വെച്ചതായി ഒരു വാക്യം പോലും ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. തേടിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാത്തിന്റെ പിന്നെ കാര്യവും നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ നിങ്ങൾ ഖണ്ഡിക്കാൻ ഒരു കാര്യം പോലും മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വളരെ ഇതായിട്ട് പറയാനുള്ളത്. ഒന്നും എങ്കിൽ ഈ പിന്നെ സംവാദത്തിന്റെ ഒരു വിഷയം പോലും നമുക്കിവിടെ പിന്നെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, എന്തായാലും താങ്കൾ ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും പറയാനുള്ള ഒരു അവസരം താങ്കളായിട്ട് ഉണ്ടാക്കി തന്നതുകൊണ്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് കുറച്ചുകൂടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറക്കപ്പെട്ട ഒരുപാട് സത്യങ്ങൾ നമ്മളുടെ മുൻപിൽ കിടപ്പുണ്ട്. അതൊക്കെ എല്ലാവരെയും ഒന്ന് ഈ വിഷയത്തിലോട്ട് ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളാണ് ഈ ഇത് പറയുന്നത്. എന്തായാലും ഒരു യേശുവിന്റെ ഒരു ധാർമ്മികതയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ താങ്കൾ മുന്നോട്ട് വെക്കാൻ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ താങ്കൾ പറയാണ് പഴയ നിയമ പുസ്തകത്തിൽ ശബത്ത് എന്ന് പറയുന്നത് ശബത്ത് എന്ന് പറയുന്നത് മറ്റാരുടെയും നിയമമല്ല, അത് യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ, യേശുവിന്റെ ദൈവമായിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ പഴയ നിയമ ക്ഷമ പ്രേയർ എന്ന് താങ്കൾ പറഞ്ഞു കേട്ടോ. എന്തായാലും ക്ഷമ പ്രേയർ തന്നെയാണ് യേശു പിന്നെ ഇസ്രായേൽക്കാരന്റെ, യഹൂദനായിട്ടുള്ള ഇസ്രായേൽക്കാരനായിട്ടുള്ള യേശു പിന്നെ ക്ഷമ പ്രേയർ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എക്സോർ വൈ അല്ലെങ്കിൽ ടിൻഡുമോനെന്നോ അവിടെ വേറെ പിന്നെ എന്താ പറയുക ബിജുക്കുട്ടനെന്നോ എന്ത് വേണമെങ്കിലും യഹോവെന്നോ വിളിക്കാം. പക്ഷെ ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന്റെ ദൈവം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ താങ്കൾ പറയാണ് അവിടെ ഈ ദേവാലയം ഇല്ല എന്നൊക്കെ. യേശു എന്തുകൊണ്ട് ഈ പിന്നെ ആരെയും കൊന്നില്ല എന്നുള്ളത്, അത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിമത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരു യേശുവായിട്ട് കാണാൻ സാധിക്കുമോ? എല്ലാം ഉപമകളിൽ കൂടെ, അതായത് മറ്റുള്ള നാട്ടുകാർക്ക് അത് പാരബിൾ എന്ന് പറയും, അതായത് റിലീജിയസ് ലെസൺസ്, അതാണ് ത്രൂ കൺവേ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത തരത്തിൽ, അതായത് പുസ്തകത്തിൽ നല്ല ഗ്രാഹ്യമുള്ള, പഴയ നിയമ പുസ്തകത്തിൽ നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഇദ്ദേഹം എന്താണ് ഈ കോഡ് ഭാഷയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. അതാണ് പാരബിൾ എന്ന് പറയുന്നത്. അതല്ലാതെ സാധാരണ ഒരു മോറൽ സ്റ്റോറി ആയിട്ട് നമുക്ക് പാരബിളിനെ കാണാൻ സാധിക്കില്ല. അത് കൺവേ ചെയ്യുന്നത് ഒരു റിലീജിയസ് ലെസൺ ആയിരിക്കും. അതിൽ അവരുടെ ഒരു പിന്നെ മതപരമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതിലൂടെ കൺവേ ചെയ്യാൻ അതിനായിട്ടാണ് പാരബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു കാര്യം പോലും താങ്കൾക്ക് മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. എന്ത് തന്നെയാണെങ്കിലും അനവധിയായിട്ടുള്ള കാര്യങ്ങൾ താങ്കള് പിന്നെ പറയുന്ന കൂട്ടത്തിൽ ഓക്കെ. അപ്പോ ആ പിന്നെ കാര്യങ്ങൾ ഒന്നുപോലും നിങ്ങൾ വെക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ആകെ ശത്രുവിനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരായവൻ പിന്നെ എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു യേശുവിനെയും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണേ ഇതൊക്കെ പറയുമ്പോൾ യേശു പിന്നെ ശത്രുവിനെ സ്നേഹിക്കാനൊന്നും യഹോവയ്ക്ക് ത്രാണിയില്ല, അല്ലെങ്കിൽ യഹോവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റിവെക്കുക. യഹോവയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം സമൂഹത്തിന്റെ ഒരു ഒത്തൊരുമയാണ് യഹോവയും പിന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുവും മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ലോകത്തിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ പുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എനിക്ക് തന്നവരെ, അതായത് ദൈവം എനിക്ക് തന്നവരെ മാത്രമാണ്, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് യേശു മുന്നോട്ട് വെച്ച ആശയമാണ്. ഓക്കെ, അതിന് നമ്മളെ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. റിബട്ടൽ റൗണ്ട് റാണിജിയുടെ 3 റൗണ്ടും അവസാനിച്ചു. അന്നമ്മയുടെ ഒരു ലാസ്റ്റ് റൗണ്ട്, 3ാമത്തെ റൗണ്ട്. അതിനുശേഷം അടുത്ത സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. ലാസ്റ്റ് റൗണ്ട് റിബട്ടൽ, 10 minutes. താങ്ക് യു അജൻ.
ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് തമ്മിൽ എന്താണ് ഡിസ്പ്യൂട്ട് എന്നുള്ളപ്പം അവര് പറഞ്ഞു, സോറി, എന്റെ എതിർ സംവാദക പറഞ്ഞു ഞാൻ ഖണ്ഡിച്ചില്ലെന്ന്. പക്ഷെ ഞാൻ ഓരോ സമയവും ഈ ക്ലബ് ഹൗസിലോട്ട് കയറുമ്പം ഓരോ ഖണ്ഡനത്തിലും ഒരു യഹോവയുടെ ആലയത്തിൽ കയറുന്ന ചോരപ്പുഴയുടെ മണമാണ് എനിക്ക് ഒഴുകുന്നത്, എനിക്ക് അടിക്കാൻ പറ്റുന്നത്, എന്റെ മൂക്കിൽ അടിക്കുന്നത്. കാര്യം രക്തം ഫുള്ള് ചിതറി കിടക്കുന്നു, ആശയങ്ങളില്ല, പറയാനില്ല, ഫുൾ കൺട്രോളും പോയ എന്റെ എതിർ സംവാദിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എബ്രായർ ലേഖനത്തിൽ എബ്രായർക്ക് എഴുതുന്നത് അവിടെയുള്ള യഹൂദന്മാർക്കും ക്രിസ്തീയ മാർഗത്തിലോട്ടും വന്നവർക്ക് എഴുതുന്നത്. ആകയാൽ ഒന്നൊന്ന് വായിച്ചാൽ മതി. ആകയാൽ പണ്ട് കാലം ഭാഗമായിട്ട് മാത്രമേ നമുക്ക് വെളിപ്പെട്ടിരുന്നുള്ളൂ. അപ്പൊ പഴയ നിയമത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ് ഇങ്ങനെ തുറഞ്ഞാടി നിൽക്കുന്ന ദൈവം എങ്ങനെ ഭാഗമാകും? അവിടെ ഒരു നിഴലായിട്ട് ഒരു ദൈവമുണ്ട്, സ്നേഹവാനായിട്ട് ദൈവമുണ്ട്. അത് യഹോവയല്ല. അത് ഓൾറെഡി ഞാൻ പറയുന്നു. ഇത് കുറച്ചും കൂടെ പഠിക്കണമെങ്കിൽ ഒരു 3 വർഷം PhD എടുത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ പോയി ജൂയിഷുകാരുടെ കൂടെ ചേർന്നിട്ട് താങ്കൾ ഈ പറയുന്നവർ അംഗീകരിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ജൂഷിനെ ചേർക്കാൻ പറ്റുമായിരിക്കും, അവരൊന്നും അംഗീകരിക്കത്തില്ല. താങ്കൾ പറയുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ദൈവമാണ് യഹോവ എന്ന് അവർ അംഗീകരിക്കില്ല, അവർ യേശുവിനെ അംഗീകരിക്കത്തില്ല. അപ്പൊ എബ്രായർ എന്തുകൊണ്ട് ഇത് പറയുന്നു, പോൾ എന്തുകൊണ്ട് പറയുന്നു? ഇപ്പൊ എന്റെ എതിർ സംവാദിച്ച വചനം തന്നെ ഞാൻ പറയാം. അതിനകത്ത് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 20-ാം വാക്യം പോൾ ആണ് എഴുതിയെന്ന് പറയുന്നു. പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദനായിരുന്നു, ന്യായപ്രമാണത്തിന് അധീനനായിരുന്നു, എന്നാൽ യേശുക്രിസ്തുവിനെ കാണുകയും അത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എന്റെ എതിർ സംവാദകയ്ക്ക് ഇത് ടിന്റുമോളുടെ പുസ്തകമായിട്ട് കണ്ടാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ജാതികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ന്യായപ്രമാണം വിട്ട് അയ്യോ ഈ യക്ഷിയിൽ നിന്ന്, ഈ ചാത്തനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്ന് ഓടിക്കേറി ഒരു സഭയിൽ കൈയടിച്ച് പ്രാർത്ഥിച്ച് അപ്പവും മീഞ്ഞും മേടിച്ച് സ്നാനപ്പെട്ടിരിക്കുന്ന അവർക്ക് എഴുതുന്നത്. അവർ സുന്നത്തിയിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിലെ വചനമാണ് എന്റെ എതിർ സംവാദക എടുത്ത് അടിക്കുന്നത്. അതിന് ഞാൻ വായിച്ചു തരാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 20-ാം വാക്യം പൗലോസ് പറയുന്നു, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ പൗലോസ് യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ള അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ഇതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ പോകുന്ന പോക്കിൽ ഒരിക്കലും ഈ പറയുന്ന അങ്ങോട്ട് റെജീനയ്ക്ക് അറിയാൻ പാടില്ല 100 വട്ടം പറയാനേ പറ്റൂ. ഒരിക്കൽ കൂടെ പറയാം. ഈ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കണ്ട പൗലോസ്, ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന പൗലോസ്, അത് വിട്ട് സുന്നത്ത് ചെയ്ത പൗലോസ്, ഇതെല്ലാം വിട്ട് ഈ ക്രിസ്തുവിന്റെ ദൈവരാജ്യം എന്നോട് എന്താണെന്ന് പറഞ്ഞില്ലേ? ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചെടുത്തോളൂ. ദൈവരാജ്യം ഐഹികമല്ല, എല്ലാരെയും ദൈവം ഇടിച്ച്, അതൊരു വചനമുണ്ട്, ഇരുവരെയും ഒരു ചുമര് ഇടിച്ച് ഇരുവരെയും നിരപ്പാക്കി. ഞാൻ ഈ പറയുന്നത് എനിക്ക് പറഞ്ഞ വചനം പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആശയങ്ങളാണ്. ഒരു സത്യക്രിസ്ത്യാനി വചനം പഠിക്കേണ്ട ആവശ്യമില്ല എന്റെ എതിർ സംവാദം. കാര്യം അതിലുള്ള ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അടച്ചു വെക്കുക, ക്രിസ്തുവായിട്ട് ജീവിക്കുക, ഈ ലോകത്തിന്റെ പ്രകാശമാവുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? യഹൂദന്മാരെ നേടേണ്ടതിന്, സുന്നത്ത് ചെയ്തവന്മാരെ, ഈ ന്യായപ്രമാണത്തിൽ യാഗബലി നേടേണ്ടവന്മാരെ, യഹോവയുടെ അടിയിൽ കിടക്കുന്നവന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെ ആയി. ഒരു കോമയാണ് അവിടെ. അത് ആയി. നിങ്ങൾ നോക്കുമ്പോ തലപ്പാവുണ്ടായിരിക്കും, സുന്നത്ത് അറ്റം കാണിച്ചുണ്ടായിരിക്കും, നമ്മൾ പറയുന്ന പോലെ എല്ലാം മുറിഞ്ഞിരിക്കും. പക്ഷെ പ്രമാണത്തിന് കീഴുള്ളവരെ അവരെ നേടേണ്ടതിന് ഞാൻ അങ്ങനെ ആയി, എങ്കിലും ഞാൻ അതിന് അണ്ടറിലല്ല. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവ കൃപയിലാണ്, അത് ബർത്തിലാണ്. ഇപ്പൊ ജൂദായിസം ബൈ ബർത്ത്, അതുകൊണ്ടാണ് ഈ വിരലുണ്ടാകുന്ന കുറച്ച് ആൾക്കാരെ ഇപ്പൊ ഉള്ളൂ. ബർത്താണ് ക്രിസ്ത്യാനിറ്റി. എന്തുകൊണ്ട്? ബൈ ഫെയ്ത്ത് ആണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞായിരുന്നു എന്നെ കൂട്ടണ്ട, എന്റെ പാപങ്ങൾക്ക്, ഞങ്ങളുടെ പാപങ്ങൾക്കല്ല സഹോദരി മരിച്ചത്, എന്നെയും കൂട്ടണ്ട. എന്റെ പാപത്തിനകൾക്കല്ല യേശു ക്രിസ്തു മരിച്ചത്, എന്റെ പാപത്തിന് വേണ്ടി കർത്താവ് ജനിച്ചു, ദൈവപുത്രൻ ജനിച്ചു. മഹാസന്തോഷം. കാര്യം ഞാൻ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ആരും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല. ഞങ്ങൾക്കാർക്കും നമുക്കാർക്കും പെട്ടകവും ഇല്ല, നമുക്കാർക്കും ന്യായപ്രമാണവും ഇല്ല. യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികൾ, നമ്മളെല്ലാരും ഒപ്പിട്ട് കൊടുക്കുന്ന എല്ലാ കള്ള യഹൂദന്മാരും ശബത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു, ഇവൻ ഞങ്ങളുടെ മതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു, ഇവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് അവർ ക്രൂശിച്ചു. അവരുടെ പാപത്തിന് വേണ്ടിയിട്ട് ക്രൂശിച്ചു. എന്നെ അതിനകത്ത് പെടുത്തരുത്. ഞാനും താങ്കളും ഒന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് യേശു ക്രിസ്തു ആരെന്ന് അറിയത്തില്ല, ദേവപുത്രൻ എന്ത് വന്നെന്ന് അറിയത്തില്ല, യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ അറിയത്തില്ല, അവരുടെ ദൈവസങ്കല്പങ്ങൾ അറിയില്ല. ഇത് രണ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, ലേവ്യ പുസ്തകത്തിൽ ഇങ്ങോട്ട് ഓടുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങോട്ട് ഓടുന്നു. ഇത് യേശു പറഞ്ഞു എന്ന് പറഞ്ഞു. ലാസ്റ്റ് റജീന ദൈവരാജ്യം എന്തെന്ന് പറയും. എന്തായാലും നല്ലൊരു സത്യസുവിശേഷം ഇവിടെ പറയാൻ എനിക്ക് നല്ലൊരു സമയം കിട്ടി.
അപ്പൊ നിങ്ങൾ ചോദിച്ചു ടിൻറ്റുമോളുടെ സൗഖ്യം. എന്റെ സഹോദരി, ഞാൻ ഇവിടെ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ സരസ്വതി പൂജ ചെയ്യുകയും ഭദ്രകാളി പൂജ ചെയ്യും, അനേകം പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ യേശു ക്രിസ്തു മാത്രം സൗഖ്യമാക്കിയത് അല്ല. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ അശേരയ്ക്കുണ്ട്, യഹോവയ്ക്കുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അതോറിറ്റി ഉണ്ട്. ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന എല്ലാ ഏഞ്ചൽസിനും അവരവരുടെ അതോറിറ്റി ഉണ്ട്, അവരവരുടെ കഴിവുകളുണ്ട്. ഇതൊന്നും തിരിച്ചെടുക്കാവുന്നതല്ല. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള അവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം ആരെന്നറിയാൻ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. നിങ്ങൾ പറയുന്ന പോലെ യേശു ദൈവമാണെന്നോ ഈ പറഞ്ഞ യഹോവ ദൈവമാണെന്നോ ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല. യേശു ദൈവപുത്രനാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ചോദിച്ചാൽ ദൈവപുത്രൻ താഴെ വന്ന് പുത്രനായി കാണിക്കുന്നതാണ്. ഈ യേശു ഒരു ധാർമ്മികത ഇല്ലെന്ന് പറയുമ്പം ക്രിസ്തീയ സമൂഹത്തിന് അടക്കെ നമുക്കൊരു രോമത്തിന്റെ പോലും അനങ്ങുന്നില്ല. കാര്യം നിങ്ങളുടെ അജ്ഞതയും നിങ്ങളുടെ ഏതോ ഒരു മതവിമർശനവും കൊണ്ട് ഇതൊന്നും മാറാൻ പോകുന്നില്ല. കാര്യം ഇത് 30 മിനിറ്റ് കൊണ്ട് നിങ്ങളെ പഠിക്കാതാവുന്നതുമില്ല. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ വെച്ചും ഒരു ഐക്യു വെച്ചും ഈ 3 സംഭാഷണത്തിലും എന്നെ ഒന്നും ഇതുവരെ ഖണ്ഡിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെയും പിന്നെയും പറഞ്ഞു തന്നെ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. സോ ദൈവരാജ്യം ഐഹികമല്ല, ഒന്നാണ്. എല്ലാ ദൈവമക്കളാണ്. ആദം, അബ്രാം മാത്രമല്ല, അബ്രാമിന്റെ മക്കൾ. ക്രിസ്തുവിലൂടെ രക്ഷ ഈ സകല ജനത്തെയും എന്നാണ്. സകല ജനത്തെയും, അല്ല എബ്രായനും യഹൂദനും മാത്രമല്ല. എന്തുകൊണ്ട് യഹൂദനെ ഒറ്റപ്പെടുത്തുന്നു? അവൻ പറയുന്നു അവൻ മാത്രമാണ് ദൈവജാതി. അല്ല, താങ്കൾ അടക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ജാതിയാണ്. ഇതാണ് യേശു ക്രിസ്തു ധാർമ്മികത എന്തെന്ന് ചോദിച്ചാൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി, എന്നാൽ പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ പറഞ്ഞ പൗലോസില്ലേ, നിങ്ങൾ പൗലോസിന് വചനം എടുക്കാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല സഹോദരി. കാര്യം ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാതെ നിങ്ങൾ അങ്ങനെ പൗലോസിന് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തെ എടുക്കാൻ? യേശുവിനെ വിശ്വസിക്കാത്ത, യേശുവിന്റെ സൗഖ്യത്തെ വിശ്വസിക്കാത്ത, യേശുവിന്റെ ആരെന്നറിയാത്ത അധ്യാപകൻ എന്ന് പറയുന്നത് വിമർശിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല, യോഗ്യതയില്ല. ഇതാണ് പലവട്ടം തീവണ്ടിയിൽ ലരിച്ചു. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഒരു യോഗ്യതയില്ല. ഹരിച്ച നിരീശ്വരവാദികൾക്കുണ്ട്, ചാർജ് അവർക്ക് ഇതിന്റെ അർത്ഥം അറിയാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഓരോ വിമർശനവും നിങ്ങളുടെ റൂമിൽ ക്ലബ് ഹൗസിൽ ചെയ്യുന്നത് മതപരിവർത്തനത്തിന്റെ തീവ്രവാദത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറയും. ഇതിന്റെ ഒരു ഐഡിയ ഇല്ല. ഇതിനുവേണ്ടി മാത്രം വിമർശിക്കാൻ നടക്കുന്നത് നിങ്ങൾ എവിടെന്നോ ജിഹാദിയാണെന്നോ അനേകം ലക്ഷങ്ങൾ മേടിച്ചിട്ട് ക്രിസ്ത്യൻ സമൂഹത്തെ, പാവപ്പെട്ട് ജീവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ യഹൂദ മതത്തോട് കൂട്ടിക്കെട്ടി തമ്മിൽ അടിയുണ്ടാക്കി ഞങ്ങളെ കൊല്ലാനാണെന്ന് നിങ്ങൾ പറയും. നിങ്ങളൊരു തീവ്രവാദിയാണ്. ഇതിന്റെ ഒരർത്ഥം അറിയാതെ ഇങ്ങനെ ഏത് സംഭവത്തിനും യേശു പന്നനാണ്, യേശു അധ്യാപകനാണ്, യേശു ഇതാണ്, യേശു എന്താണ് എന്നിട്ട് വചനം പറയുന്നില്ല. എന്തോ വചനം പറയാം? 35,500 വചനങ്ങളുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ നിങ്ങൾ വചനം പഠിപ്പിക്കും. നിങ്ങൾ പോയി ബൈബിൾ സ്കൂൾ പഠിക്കേ, അല്ലെ ക്ലബ് ഹൗസിൽ ഇത് 3 പേര് പിടിച്ചിരുത്തിയിട്ട് ഇതറിയാമോ അതറിയാമോ ഇത് ഖണ്ഡിക്കുന്നുണ്ടോ? ഇത്രയും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം പാടില്ല കേട്ടോ. സോറി അനാമിക്ക് ടൈം മാത്രമേ ഉള്ളൂ. മ്യൂട്ട് ചെയ്യണം. അത് അജൻ പറയാനും യാസർ പറയാനും ഉണ്ട്. അനാമിക്ക് ടൈം മാത്രമേ ഉള്ളൂ. അത് നോക്കിക്കോണം. സോ ഈ പറയുന്ന ഓരോ ഖണ്ഡനവും ഞാൻ മൈക്ക് സോറി ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് എന്റെ മൈക്ക് മ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്ത് തന്നെ മ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ ക്രൗഡഡ് ലോഡഡ് ആയിട്ടുള്ളതല്ല വ്യക്തി അധിക്ഷേപത്തിലേക്ക് താങ്കൾ പോയിരുന്നു. അത് തീർച്ചയായിട്ടും അത് പാടില്ലാത്ത. അല്ല, നമ്മുടെ ഇത് അക്കാദമിക്കൽ ലെവൽ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അത് വ്യക്തമായ ഡിബേറ്റ് സബ്ജക്റ്റ് ഉണ്ട്. അത് നമ്മൾ വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മനഃപൂർവ്വം മൈക്ക് ഇതല്ല, ഈ ക്രൗഡഡായ ഇത് ഉള്ളപ്പോൾ മൈക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ആവത്തില്ല. അതുകൊണ്ട് മാത്രമാണ് വൈകിയത്. താങ്കൾ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ഈ ഡിബേറ്റിന്റെ സ്ട്രക്ചർ അനുവദിക്കുന്നില്ല. വിനീതമായി ഓർപ്പിക്കുന്നു. സോ ഈ പറയുന്ന വചനം താങ്കൾ മുന്നോട്ട് വെച്ച വചനം മത്തായി 10 പീഡനത്തെ കുറിച്ചുള്ള അറിയിപ്പിൽ സമാധാനമല്ല വാൾ എത്ര വെക്കുന്നു. ഞാൻ പറയുന്ന വ്യക്തി അധിക്ഷേപമല്ല. ഈ പറയുന്ന വിമർശനത്തിൽ ഒരു കഴമ്പലും ഇല്ല, ഒരു ബേസും ഇല്ല. കാര്യം അജ്ഞത കൊണ്ട് ഈ കാലഘട്ട ചരിത്രം പോലും അറിയാതെയാണ്. ചരിത്രം എന്തുകൊണ്ട് AD 70 വീണു? ഒരു യുഗം, ഈ ഒരു യുഗത്തെ, ഒരു അന്ത്യകാല യുഗത്തെ യേശു ക്രിസ്തു വന്ന് അത് പൊളിച്ചടിക്കുകയെന്നും ആ ജനത്തിനും ബാക്കിയുള്ള ജനങ്ങൾക്കും സമാധാനം തന്നു എന്നുള്ള ദൈവശാസ്ത്രത്തെ അറിയാതെ ഒന്നുകൊണ്ട് പുലമ്പുന്നത് മാത്രം ഞാൻ പറഞ്ഞു പോട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാര്യം നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ അപമാനിക്കുമ്പോൾ നിങ്ങളും വ്യക്തിഹത്യപ്പെടണം എന്നുള്ളൊരു യോഗ്യത നിങ്ങൾക്കുണ്ട്. കാര്യം ഒന്നുകിൽ ഇത് പഠിക്കണം, ഈ കാലഘട്ടത്തെ പറ്റി പഠിക്കണം, പ്രവാചക സംഘത്തെ പറ്റി പഠിക്കണം, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പഠിക്കണം. ഇനി അത് പഠിക്കില്ലെങ്കിൽ ഇത് അടച്ചു വെക്കണം. ഈ പറയുന്ന ബാക്കി ക്രിസ്തീയ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്നത് പോലെ ഒരു ഇതിനകത്ത് ഒരു കഴമ്പലും ഇല്ലാതെ പറയുമ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങൾ സന്നദ്ധയാകേണ്ടി വരും. ടൈം നോക്കിയിരുന്നോ? ലാസ്റ്റ് പറയുന്ന ഒരു വചനമേ ഉള്ളൂ. ലൂക്കോസ് താങ്കൾ പറഞ്ഞ അതേ വചനമാണ്, ഒന്ന് ഖണ്ഡിച്ചോട്ടെ. 24:36 ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് ഇങ്ങനെ സമാധാനം എന്ന് പറയും. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് സമാധാനം എന്ന് പറഞ്ഞു.
പിന്നെ ആ കർത്താവ് എങ്ങനെയാണ് ഞാൻ സമാധാനമല്ല വാൾ എത്ര വെക്കാം. അപ്പൊ ആ സമാധാനം എന്തെന്നറിയത്തില്ല, വാൾ എന്തെന്നറിയത്തില്ല, വാളെടുത്ത് പത്രോസിന് കുത്തി എന്ന് പറയുകയും ഉദാഹരണം എന്തെന്ന് മനസ്സിലാക്കാതെയും ഉപമ മനസ്സിലാക്കാതെയും ഈ ഉപമയുടെ ഗ്രാഹ്യം അദ്ദേഹം മാത്രം ടെററിസ്റ്റ് ചെയ്യുന്നു എന്ന് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഞാൻ നിങ്ങൾ എങ്ങനെ ഖണ്ഡിക്കാനാണ്? അതെന്റെ ദുർബലതയല്ല, എന്റെ ബലഹീനതയല്ല, എന്റെ കഴിവാണ്. താങ്ക് യു. ഓക്കെ, 7:46 ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്യൂ നടക്കുമ്പോൾ അത് കഴിഞ്ഞ് സമയം തന്നിട്ടുണ്ട്. ഇപ്പോഴും 10 സെക്കൻഡ്സ് താങ്കൾക്ക് ബാലൻസ് ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. 10 സെക്കൻഡ് എടുക്കേണ്ടതുണ്ടോ? 10 സെക്കൻഡ്. ഓക്കെ, അനാമിക ഒരു ഹെൽപ്പ് ചെയ്യണം. അനാമിക ഒരു നെക്സ്റ്റ് സെഷനിൽ ഒന്ന് ടൈമിംഗ് ഒന്ന് നോക്കിക്കോളണേ. ഒരു 15 മിനിറ്റ് എനിക്കൊന്ന് തരണേ പ്ലീസ്. ഞാൻ നോക്കിക്കോളാം എങ്കിലും. അനാമിക കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്നാന്നറിയാം ഞാനത് ഇടപെടാൻ തുടങ്ങിയപ്പോൾ എന്നാന്നറിയാം, ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഓവർ ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ടൈമിങ്ങിൽ മൈക്ക് നമ്മൾ ഞെക്കിയാൽ പോലും പെട്ടെന്ന് മ്യൂട്ടാവാറില്ല. നമ്മൾ നേരത്തെ ഞെക്കിയാൽ മാത്രമാണ് പെട്ടെന്ന് മ്യൂട്ടായി കിട്ടുന്നുള്ളൂ. എന്നാന്നുള്ളത് നമ്മൾ ആരോപണങ്ങൾ കൊണ്ടാണ് മറുപടി പറയേണ്ടത്. ഇരു സംവാദകരും അത് ശ്രദ്ധിക്കുക. ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംവാദത്തിന്റെ ചോദ്യോത്തരവേളയിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയാണെങ്കിലും ആ ഒരു വിഷയത്തിൽ ഇരു സംവാദകർ ജാഗ്രത പാലിക്കുക. അന്നമ്മ മാഡത്തിന് ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇടപെടാൻ എനിക്കൊരു സാങ്കേതിക തകരാറ് മൂലം സാധിച്ചിട്ടില്ല. ആരോപണങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത്. വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് താങ്കൾ പോയിട്ടുണ്ട്, അത് വ്യക്തമാണ്. അത് ഇനി ഉണ്ടാവരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ റിബട്ടൽ റൗണ്ട് 2 സംവാദകരുടെയും 3 റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സംവാദകർ തമ്മിലുള്ള ചോദ്യോത്തര സെഷനാണ്. ചോദ്യോത്തര സെഷൻ ആരംഭിക്കുകയാണ്. യാസർക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഉണ്ടാവും. സമയം ഒന്ന് നോക്കിക്കോളാം. ആ സമയത്തിന്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് പറഞ്ഞേക്കും. സ്ട്രക്ചർ പറയാം. അനാമിക വന്നതുകൊണ്ടാണ് അനാമിക ഒന്ന് ജസ്റ്റ് ഈ ഒരു